4.5 വർഷമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇത് ഏറ്റെടുത്ത് ചെയ്തപ്പോൾ എന്റെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം. അത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ദിവസം ധന്യമായി, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു പ്രചോദനമായിട്ട് അത് മാറിയാൽ ഞാനും അഭിമാനമായി. തീർച്ചയായിട്ടും എന്നെ വളരെ മനോഹരമായിട്ട് നിഷ മാഡം പരിചയപ്പെടുത്തി. എന്റെ പേര് ബിനോ ജെയിംസ് എന്നാണ്. വീട് തൊട്ടടുത്ത് അധികം ദൂരം ഒന്നുമില്ല, ശ്രീകണ്ഠാപുരത്ത് നിന്ന് ഒരു 7 കിലോമീറ്റർ അപ്പുറം അലക്സ് നഗർ എന്ന് പറഞ്ഞ കൊച്ചു കുടിയേറ്റ ഗ്രാമത്തിലാണ്. ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നിട്ട് 4.5 വർഷം കഴിയാൻ പോകുന്നു. ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് നിങ്ങൾ ഫോട്ടോ ഓൾറെഡി കാണുന്നുണ്ട്. ഇന്ത്യൻ ആർമിയിൽ ഒരു പാരാ കമാൻഡോ ആയിട്ട് 23 വർഷത്തോളം രാജ്യസേവനം ചെയ്യാനുള്ള അവസരം ലഭിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. രാജ്യസേവനം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒരു ഞാൻ ദൈവത്തിന് ഒത്തിരിയേറെ നന്ദി പറയുകയാണ്. കാരണം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കയ്യും തീർച്ചയായിട്ടും ഞാൻ പറയും, ദൈവം എനിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അതല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. അത് പറയാൻ കാരണം ഒരു പക്ഷേ ഒരു പാറാ കമാൻഡോയുടെ ജീവിതത്തിൽ ഒരുപാട് ഓപ്പറേഷനും കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്തൊക്കെ ഒരു 1997 ട്രെയിനിങ് പീരീഡ് മുതൽ 2016 റിട്ടയർമെന്റ് എടുത്ത് നാട്ടിലേക്ക് വരുന്നിടം വരെയുള്ള ഒരുപക്ഷെ ഒന്നിച്ച് കിടന്നുറങ്ങി ഒരു പാത്രത്തിലുണ്ട ഒരുപാട് പട്ടാളക്കാർ, ഒരു 10ഓ 22ഓ പട്ടാളക്കാർ ഇന്ന് ഈ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ചിട്ടുണ്ട്. അവർക്ക് ഈ ഒരു സമയത്ത് ബിഗ് സല്യൂട്ട് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ അവർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അവർ നല്ല കുടുംബം നല്ല രീതിയിൽ നോക്കണം, മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ബാക്കി വെച്ചിട്ടാണ് തീർച്ചയായിട്ടും അവർ രാജ്യത്തിന് വേണ്ടി ഇന്ന് വീരമൃത്യു വരിച്ചിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുമായി ഇതൊന്നുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ആകസ്മികമായി അവിടെ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാകും എന്ന് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഏതായാലും ഞാൻ ആർമിയിൽ വളരെ ആഗ്രഹിച്ചു പോയതാണ്. കാരണം SLC ഒക്കെ കഴിഞ്ഞപ്പോൾ ഒന്നാമതായിട്ട് ഒന്ന് ട്രൈ ചെയ്തു. അന്നേരം കാലിൽ വള വന്നു അവർ പറഞ്ഞു വിട്ടു. രണ്ടാമത് +2 PDC ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ വീണ്ടും അറ്റൻഡ് ചെയ്തു. അന്നേരം നെഞ്ചിടിപ്പ് കൂടുതലാണെന്ന് പറഞ്ഞവർ പറഞ്ഞു വിട്ടു. പിന്നെ എനിക്കൊരു തീരുമാനം, നമ്മൾ പട്ടാളത്തിൽ കയറിയിട്ട് തന്നെ. കാരണം പട്ടാളത്തിൽ കയറാനുള്ള കാരണം അന്ന് വലിയ നമുക്ക് കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു ജോലി കിട്ടത്തുള്ളൂ. അപ്പൊ പട്ടാളം എന്ന് പറഞ്ഞാൽ ഒരു 10ാം ക്ലാസ് കുസ്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടും. അങ്ങനെ എന്തായാലും PDC കഴിഞ്ഞ് 3ാമത് അറ്റൻഡ് ചെയ്തു. അങ്ങനെ 3ാമത്തെ റിക്രൂട്ട്മെന്റ് അറ്റൻഡ് ചെയ്ത് എന്തായാലും സെലക്ട് കിട്ടി. ഒത്തിരി സന്തോഷമുണ്ട്. 19ാമത്തെ വയസ്സിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ജോലിക്കാരനാകാൻ സാധിച്ചു. വളരെ സന്തോഷം തോന്നി. അങ്ങനെ ഞാൻ പട്ടാളത്തിലേക്ക് ട്രെയിൻ കയറി നാസിക്കിലായിരുന്നു ആദ്യത്തെ ട്രെയിനിങ്ങിന് പോയപ്പോൾ തന്നെ ഉള്ളിലേക്ക് ഒരു അടിച്ചു പൊളിച്ച് ജീവിക്കാൻ എന്നുള്ള സന്തോഷത്തിലാണ് പോയത്. പക്ഷെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും മനസ്സങ്ങോട്ട് മടുത്തു. കാരണം മൊത്തം കമ്പിവേലി കൊണ്ടുള്ള ഫെൻസിംഗ് ആണ്. അതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇനി പുറത്തിറങ്ങാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. പിറ്റേ ദിവസം രാവിലെ അവർ വിളിച്ചു കൊണ്ടുപോയി മനോഹരമായ മുടി ഒരു വെസ്റ്റിനൊക്കെ വെച്ച് കട്ട് ചെയ്തപ്പോഴത്തേനും വീണ്ടും മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കേണ്ടി വന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ രാവിലെ 3 മണിയൊക്കെ ആകുമ്പോഴത്തേനും വിസിലടിക്കും. എന്തിനാണ് വിസിലടിക്കുന്നതെന്ന് ആദ്യം ചെല്ലുമ്പോൾ മനസ്സിലായില്ല. പക്ഷെ ഒരു 3 മണി 3:30 ആകുമ്പോൾ വിസിലടിക്കുമ്പോൾ എഴുന്നേക്കാത്തതുകൊണ്ട് അവർ വന്ന് ബെൽറ്റ് കൊണ്ട് പടപട അടിയൊക്കെ കിട്ടുമ്പോഴാണ് പിന്നെ മനസ്സിലായത് എഴുന്നേക്കാനുള്ള വിസിലായിരുന്നു. ഏതാണ്ട് 1-2 ദിവസമൊക്കെ അടി മേടിച്ചു. പിന്നെ അടിയുടെ വേദന കൊണ്ട് വിസിലടിക്കുമ്പോൾ അറിയാതെ എഴുന്നേറ്റ് പോകും. മലയാളികൾ എവിടെ ചെന്നാലും അവരൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഒരു 10-22 മലയാളികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളും കുറച്ച് പ്ലാനൊക്കെ ഇട്ടു. അടുത്ത് കുറച്ച് മഹാന്മാരുണ്ടായി, നമുക്ക് എന്തായാലും ഇവിടുന്ന് ചാടാം, ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു PDC ഒക്കെ കഴിഞ്ഞ് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് നടക്കുന്ന ആ സമയത്ത് ഒരു പട്ടാളത്തിൽ ഒരു കാരാഗ്രഹത്തിൽ ഇട്ട പോലെ ചെന്ന് നേടുമ്പോൾ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞങ്ങൾ 3-4-5 പേര് കൂടി പ്ലാൻ ചെയ്തു ഫെൻസിങ് ചാടി രാത്രിക്ക്. പക്ഷെ നിർഭാഗ്യവശാൽ അവർ പിടിച്ചു. പിറ്റേ ദിവസം രാവിലെ മനസ്സിലായി ഒരു 10-20 കിലോ ഉള്ള പൂയിച്ചാക്ക് തോളയിലിട്ട് നമുക്ക് മനസ്സിലായി എന്തായാലും അത് വന്നു പെട്ടു, ഇനി പോക്ക് നടക്കുക. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായപ്പോഴത്തേനും മനസ്സിനെ പതുക്കെ അതുമായിട്ട് പൊരുത്തപ്പെടുത്താൻ അങ്ങ് തീരുമാനിച്ചു. നമ്മൾ ഏത് മേഖലയായിട്ട് മനസ്സിനെ ഒന്ന് പൊരുത്തപ്പെടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ട്രെയിനിങ് ശക്തമായി ചെയ്തു. അങ്ങനെ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊന്ന് ചെയ്യണം. അങ്ങനെ സ്പെഷ്യലായിട്ട് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും പാരാ കമാൻഡോ ആണ് സെലക്ട് ചെയ്തത്. അങ്ങനെ പാരാ കമാൻഡോയുടെ ട്രെയിനിങ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബൽഗാമിലാണ് നടക്കുന്ന ട്രെയിനിങ്. ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ ഏതൊക്കെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ പറ്റുമോ അത്രയും കഠിനമായ ട്രെയിനിങ്. നമ്മള് ഇരുമ്പ് അടിച്ചുരുക്കി ഉരുക്കൊക്കെ ആക്കുന്നത് പോലുള്ള ശക്തമായ ട്രെയിനിങ് ആണ്. കാരണം ഏത് പ്രതിസന്ധി നമുക്കറിയാം, മഞ്ഞിലും മലയിലും അതുപോലെ തന്നെ വെള്ളത്തിലും കാറ്റിലും ഒക്കെ ജോലി ചെയ്യാൻ വ്യക്തിയാണ് പട്ടാളക്കാരൻ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ട്രെയിനിങ് ജീവിതത്തിലൂടെ കടന്നുപോയി. പക്ഷെ അന്നൊക്കെ ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു. കാരണം
മുന്നോട്ട് നല്ല രീതിയിൽ ഒരു 10-18 വർഷം കഴിഞ്ഞാൽ റിട്ടയറായി നല്ല രീതിയിൽ കുടുംബത്തോടൊപ്പം ജീവിക്കാം എന്നുള്ള ഒരു സന്തോഷത്തോടെ അതൊക്കെ ശക്തമായി ചെയ്തു. സിയാച്ചിൻ ഗ്ലേസിയർ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല, മഞ്ഞുമലയാണ്. ഞാൻ അതിലൂടെ ജോലി ചെയ്യുമ്പോൾ -51 ഡിഗ്രി വരെയായിരുന്നു അവിടുത്തെ തണുപ്പ്. ചുരുക്കം പറഞ്ഞാൽ മൂക്കിനൊക്കെ ഇങ്ങനെ ശ്വാസം വിട്ട് ഇവിടെ ഇങ്ങനെ പറ്റിപ്പിടിക്കും. അതുപോലെ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു 10-12 കിലോ വരെ എന്റെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ താടി മുടി ഒന്നും പഠിക്കണ്ട, കുളിക്കണ്ട, 3 മാസം വരെ കുളിച്ചിട്ട് പോലും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു മേഖലയാണിത്. അതിനുശേഷം ഇതിന്റെ ഒരു ഭാഗമായിട്ട് UN മിഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഇസ്രായേല്, ലെബനോൺ, സൊമാലിയ, കോങ്കോ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോകാനുണ്ട്. അങ്ങനെ ഒരു അവസരം കിട്ടി. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇസ്രായേലൊക്കെ ഒരു 8-9 മാസത്തോളം സർവീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇസ്രായേൽ നമുക്കറിയാം ഭയങ്കര ടെക്നോളജിയുടെ രാജ്യമാണ്. എല്ലാവിധ സുഖ സൗകര്യങ്ങളും നമുക്ക് അവിടെ ഉണ്ട്. ഫുഡിനും കാര്യങ്ങൾക്കും ഒന്നും ഒരു കുറവുമില്ല. ഭയങ്കര ടെക്നോളജിയാണ്. അതേസമയം നേരെ മറിച്ച് സൊമാലിയയിൽ ചെന്നപ്പോ കണ്ടത്, സത്യം പറഞ്ഞാൽ ഒരു ബിസ്ക്കറ്റിന് വേണ്ടി പോലും എന്തും ചെയ്യാൻ മടിക്കാത്ത ജനതയെ അവിടെ കണ്ടിട്ടുണ്ട്. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മനുഷ്യന്റെ ഏറ്റവും വലിയ ലേഡി സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അവരുടെ നമ്മുടെ ചാരിത്രമാണെങ്കിൽ അവരുടെ മാനമാണ്. പക്ഷെ വിശപ്പ് എന്ന് പറഞ്ഞ സംഭവത്തിന് വേണ്ടി ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിന് വേണ്ടി പോലും എന്തും ചെയ്യാൻ പഠിക്കാത്ത ജനത, അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിന് വേണ്ടി കിലോമീറ്ററുകൾ താണ്ടേണ്ട അവസ്ഥ. ഇതൊക്കെ കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി അല്ലെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനിച്ചു വീണല്ലോ എന്ന് അന്ന് ഒത്തിരി സന്തോഷിച്ചിട്ടുണ്ട്, അഭിമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ അത്രയും പട്ടിണി കിടക്കുന്ന ഒരു കാലഘട്ടത്തിലൊന്നും നമ്മുടെ കേരളത്തിലൊന്നും ഞാൻ ആരെയും കണ്ടിട്ടില്ല. എന്തായാലും അവിടെയൊക്കെ സർവീസ് ചെയ്തപ്പോഴും സന്തോഷത്തോടു കൂടി ചെയ്തപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നാട്ടിലേക്ക് വന്ന് റിട്ടയർമെന്റ് എടുത്ത് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കാമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ 2016 റിട്ടയർമെന്റ് എടുത്ത് നാട്ടിലേക്ക് വന്നു. ആദ്യമേ തന്നെ 2005 ആർമിയിൽ നിന്ന് ലോൺ എടുത്തൊരു വീട് പണിതിരുന്നു. റിട്ടയർമെന്റ് ആയി വരുമ്പോൾ നമുക്ക് കുറച്ച് കാശ് കിട്ടും. അതിനകത്ത് കുറച്ച് കാശ് ലോൺ മുഴുവൻ അടച്ചു തീർത്താലേ അവർ ആധാരം തരൂ. അപ്പൊ അതെന്തായാലും ലോൺ അടച്ച് തീർക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ കുറച്ച് കാശ് എടുത്ത് ലോൺ അടച്ചു തീർത്തു. പട്ടാളത്തിൽ നിന്ന് വന്നപ്പം ഒരു കാര്യം തീരുമാനിച്ചിരുന്നു, ഇനി മേലിൽ ഒരു മേലധികാരിയുടെ അണ്ടറിൽ പോയി പണിയെടുക്കില്ല. ബോസ് ആരാണെന്നും ബോസിന്റെ ആ നിയന്ത്രണം എന്താണെന്നും വ്യക്തമായിട്ട് മനസ്സിലായി 10-20 വർഷം കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് ചെയ്യില്ല, അല്ലെങ്കിൽ ഇനി അങ്ങനെ എന്തായാലും വീട്ടിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും സംരംഭം തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് നാട്ടിലേക്ക് വന്നത്. സ്വാഭാവികമായിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം വരുമാനം കുറയും, ചെലവ് കൂടി. അമ്മ, അപ്പൻ, 3 വൈഫ്, 3 മക്കളാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം പോലും പെൻഷൻ കിട്ടാത്തൊരവസ്ഥ വന്നു. പതുക്കെ വീട്ടിലേക്ക് ഒരു കോഴി ഫാം തുടങ്ങി. ഒരു 5-6 ലക്ഷം രൂപ അതിന് മുടക്കി. നമ്മുടെ ശ്രീകണ്ഠാവര ഏരിയയിൽ കുറച്ച് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പൊ മോളിലേക്ക് 2 റൂം എടുത്ത് എങ്ങനെയെങ്കിലും വെള്ളപ്പൊക്കം ഉണ്ടായാൽ രക്ഷപ്പെടാലോ എന്നൊക്കെ വിചാരിച്ച് മോളിലേക്ക് 2-3 റൂം എടുത്തു. 2019 ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. എന്റെ വീട്ടിൽ താഴത്തെ നിലയിൽ കട്ടളനില പോലെ വെള്ളം കയറിയായിരുന്നു. എന്തായാലും പെൻഷൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വീട് പണിതുകൊണ്ട് അമ്മനും അമ്മയും ഞങ്ങളെല്ലാം ഒരാഴ്ച ആ മോളിൽ തന്നെയാണ് താമസിച്ചത്. അതെന്തായാലും ഒരു വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, ആ ഒരു കോഴി ഫാം വന്ന് വെള്ളം കയറിയപ്പോഴത്തേനും ഒരു 10-200 കോഴി പോയി. അതോടുകൂടി ആ മേഖല കൂട്ടിക്കെട്ടേണ്ട അവസ്ഥ വന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു മേലധികാരികളെ അണ്ടറിൽ പണിയെടുക്കില്ലെന്ന് തീരുമാനിച്ചിട്ടാണ് വന്നതെങ്കിലും ആ തീരുമാനം പതുക്കെ മാറ്റേണ്ടി വന്നു. കാരണം മുന്നോട്ട് പോകണം, ജീവിച്ചേ പറ്റൂ, ചെലവിന് കൊടുക്കണം. എന്തായാലും പതുക്കെ സെക്യൂരിറ്റി മേഖലയിലൊക്കെ പലരും വിളിച്ചു. പക്ഷേ സെക്യൂരിറ്റി ആയിട്ട് പോകാനുള്ള ഒരു അഭിമാനം, അതായത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ആർമിയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു യൂണിഫോം ഇട്ടിട്ടാണ് വന്നത്. അത് വീണ്ടും ഹോം ഗാർഡ് ആയിട്ടോ അല്ലെങ്കിൽ അവിടെ മോശമായ മേഖലയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഉള്ള മനസ്സങ്ങോട്ട് അനുവദിച്ചില്ല. അങ്ങനെ ഏതെങ്കിലും വിദേശത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അടുത്ത മേഖല തിരഞ്ഞെടുത്തു. മർച്ചന്റ് നേവിയിലായിരുന്നു. മർച്ചന്റ് നേവിയിൽ അതിന് 1 വർഷത്തോളം ഉണ്ടായിരുന്നു ഡിഫൻസ്. പക്ഷേ ഒരു കാര്യമേ പറയുന്നുള്ളൂ, 20-21 വർഷം രാജ്യസേവനം നാടും വീടും വിട്ട് നിന്നിട്ട് നാട്ടിലേക്ക് വന്ന് മക്കളോടും കുടുംബത്തോടൊപ്പം ഒന്നിച്ച് താമസിച്ച് വിദേശ രാജ്യത്തേക്ക് പോകേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ ഓക്കിയൊക്കെ വന്നപ്പോൾ ഞാൻ സൗത്ത് ആഫ്രിക്കയിലെ ഏതോ നടുക്കടലിലാണുള്ളത്. അത് കുത്തിയിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ദൈവമേ, നാട്ടിൽ എങ്ങനെയെങ്കിലും ഒരു 10-25,000 രൂപ കിട്ടുന്നൊരു ജോലി കിട്ടണേ ആത്മാർത്ഥമായി ഉള്ളുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും പ്രാർത്ഥന കേട്ടതുകൊണ്ടായിരിക്കാം ഇവിടുത്തെ മേഖലയിൽ ശമ്പളം വെട്ടിക്കുറച്ചു. അവിടുന്ന് ആ മേഖല വിടേണ്ടി വന്നു. വീണ്ടും നാട്ടിലേക്ക് വന്ന് ശ്രീകണ്ഠാവര അറിയുന്നവർക്ക് അവിടെ അറിയാം, കണിയാറുമേൽ ഒരു വലിയൊരു മിൽമയുടെ പ്ലാന്റ് തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ത്രൂ ആർമിയിലായതുകൊണ്ട് അവിടെ നിന്ന് എനിക്കൊരു വേക്കൻസി കിട്ടി. അങ്ങനെ ഏതായാലും അതിനകത്ത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അത്യാവശ്യം 20-25,000 രൂപ ഒപ്പിക്കാം. ഓവർ ടൈം ഒക്കെ ചെയ്യുവാണെങ്കിൽ മാസം 30,000 രൂപ ഒപ്പിക്കാൻ പറ്റും.
പിന്നെ വീട്ടിൽ നിന്ന് ജസ്റ്റ് 4 കിലോമീറ്റർ ദൂരമുള്ളൂ. ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിട്ടാണെങ്കിലും ഭക്ഷണം കഴിക്കാം, അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പൊ ഇവിടുത്തെ ഒരു 10-30,000 അത് 25,000 രൂപയും അതോടൊപ്പം പെൻഷനും ഉണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിച്ചു പോകാമെന്നുള്ള ഒരു അവസ്ഥയായി. അതോടൊപ്പം തന്നെ വീട്ടിൽ അല്ലറ ചില്ലറ കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് എന്തായാലും വർഷങ്ങളായിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാല് ഞാൻ നേരത്തെ സിയാച്ചിൻ ഗ്ലേസിനെ കാണിച്ചപ്പം ആ ഒരു മേഖല കയറിയപ്പോൾ എന്റെ കാല് രണ്ടും അവിടെ നിന്ന് അവർ പിടിച്ച് ഓപ്പറേഷൻ ചെയ്തതാണ്. വേരിക്കോസിന്റെ പ്രശ്നമായിരുന്നു. ഓപ്പറേഷൻ ചെയ്തപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഓപ്പറേഷൻ ചെയ്ത് 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഇത് ശക്തമായിട്ട് കൂടി. ഓടാൻ പോയിട്ട് നടക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഞാൻ വന്നു. സാധാരണയായിട്ട് പട്ടാളത്തിൽ നമ്മൾ ഭയങ്കര ആക്റ്റീവായിട്ട് അല്ലെ എല്ലാ ഓപ്പറേഷനും ഒക്കെ ചെയ്യുമ്പോൾ അവരോട് സബാഷ് ഗുഡ് പല്ലേ പല അപ്പൊ നാട്ടിലാണെങ്കിൽ നമ്മൾ എല്ലായിടത്തും അങ്ങനെയാണ്. പക്ഷെ ഒരു നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴത്തേനും ഇവൻ മക്കറയാണ്, ഇവൻ മടിയനാണെന്നുള്ള പേര് വീഴാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ഇനി പട്ടാളത്തിൽ ട്രീറ്റ്മെന്റ് ചെയ്തില്ല, സിവിലിൽ വന്ന് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ ഞാൻ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴയിൽ പോയിട്ട് 2 കാലം സ്കീറോതെറാപ്പി ചെയ്തു. ഏതാണ്ട് 1.5-2 ലക്ഷം അടുത്ത് മുടക്ക് വന്നു. അപ്പൊ ഏകദേശം കുഴപ്പമില്ല എന്നുള്ള കണ്ടീഷനിൽ വീണ്ടും 2016 വരെ ഞാൻ സർവീസ് ചെയ്തു. അങ്ങനെ 2016 ഒക്ടോബറിൽ ഞാൻ റിട്ടയർമെന്റ് എടുത്ത് നാട്ടിലേക്ക് വന്നതാണ്. പക്ഷെ മിൽമയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും എന്റെ 2 കാലിനും ഈ ഒരു പ്രശ്നം വീണ്ടും വന്നു. നടക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഷൂ പോലും ഇടാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു. കുറച്ച് ദിവസമൊക്കെ ബാൻഡേജ് ഒക്കെ കെട്ടിപ്പോയെങ്കിലും പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഓട്ടോമാറ്റിക് തലപ്പുറമ്പ് ലൂർദിൽ വന്നിട്ട് ഞാൻ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു വേരിക്കോസിന്റെ പ്രശ്നം തന്നെയാണ്, പുതിയ ട്രീറ്റ്മെന്റ് ചെയ്യാം, ലേസർ ചികിത്സ ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ 2 കാലിനും കൂടി 1,20,000 അവർ പറഞ്ഞത്. കാശ് ഉണ്ടായിട്ട് അന്ന് ചെയ്യാതിരുന്നല്ല, ഒരുപക്ഷെ കാശ് ഒപ്പിക്കാമായിരുന്നു. പക്ഷെ അലോപ്പതി വീണ്ടും ഒന്ന് മാറ്റി പിടിക്കാം, എന്തെങ്കിലും ആയുർവേദം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പതുക്കെ പിന്നെ അവിടുന്ന് വയനാട്ടിലും 1-2 സ്ഥലത്തൊക്കെ സംസാരിച്ച് ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്യാനിരിക്കുന്ന സമയത്താണ് ഒരു ദൈവദൂതനെ പോലെ, ഇന്ന് ഞാൻ പറയും ഒരു ദൈവദൂതനെ പോലെ എന്റെ വീട്ടിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നു. എന്റെ വീട്ടിലെ തൊട്ട് അയലോക്കംകാരനാണ്, ഞങ്ങൾ ഒന്നിച്ച് അടിച്ച് കളിച്ച് വളർന്നതാണ്. മേസ്തിരിപ്പണിയാണ് ഇന്ന് ജോലി. അവൻ എന്റെ വീട്ടിലേക്ക് വന്ന് എന്നോട് പറയാണ്, ബിനിച്ചേട്ടായി ഒരു വളരെ നല്ല പ്രൊഡക്റ്റ് ഉണ്ട്, ആയുർവേദമാണ്, കാലിന് വേദനയായിട്ടിരിക്കും, ഒരു കാര്യം ചെയ്യും, ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ കുറച്ച് ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, ജെ നീ എന്നാണ് ഡോക്ടർ ആയത്, ഇത് നീ എന്താ ആർക്ക് നീ ഒരു മേസ്തിരി പണിക്കാരൻ അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം മേടിക്കുന്ന എന്തിനാണ് ആളുകളെ പറ്റിക്കാൻ നടക്കുന്നതെന്ന് അവനോട് പറഞ്ഞ് അന്ന് അവരോട് ഒറ്റ കാര്യം പറഞ്ഞിട്ട് നീ ചെയ്യാനും പാടില്ല, ഇനി മേലിൽ എന്നോട് ഇത് പറയാനും പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ അവരുടെ വീട്ടിൽ ഇറക്കി വിട്ടതാണ് ഡിയർ ഫ്രണ്ട്സ്. പക്ഷെ ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നു, അധ്വാനിക്കുന്നവരെയും കഷ്ടപ്പെടുന്നവരുടെയും മുൻപിലേക്ക് എന്തെങ്കിലും ഒരു അവസരവുമായിട്ട് ആരെങ്കിലും ദൈവം നിങ്ങളുടെ മുൻപിലേക്ക് പറഞ്ഞയക്കും എന്നുള്ളത് 100% സത്യമാണ്. അങ്ങനെ പറഞ്ഞയച്ച വ്യക്തികളിലൂടെയാണ് നിങ്ങളും ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ 100% പറയും. കാരണം ഒരു 4 ദിവസം കഴിയുമ്പോൾ അവൻ വീണ്ടും അവന്റെ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചു. ഒരു വൈകുന്നേരം 8-8 സമയം അവിടെ 2 ലീഡേഴ്സ് വന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ചും ഇതിന്റെ ഭയങ്കരമായ സാധ്യതയെ കുറിച്ചും പറഞ്ഞു. സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജോലി കഴിഞ്ഞാൽ കൂലിപ്പണി എടുക്കുന്ന ഒരു പട്ടാളക്കാരുടെ മൈൻഡ് സെറ്റ് നാട്ടിൽ വന്ന് എന്തെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിയാണ്. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ആരും നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷെ അവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ജെയിംസിന് എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടുവാണെങ്കിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തേക്കാം, എനിക്ക് ഈ ബിസിനസ്സിൽ താല്പര്യമില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ കുറച്ച് പ്രൊഡക്റ്റ് ഞങ്ങൾ തരാം, സാർ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞിട്ടാണ് ബ്ലഡ് പ്യൂരിഫയർ 95, വെൽഹാർട്ട്, ചാമ്പ്യൻ തൈലം, ഡെയിലി ഡെറ്റോക്സ്, ഇങ്ങനെ കുറച്ച് ഉൽപ്പന്നങ്ങൾ അവർ ലിസ്റ്റ് ഇട്ടു. 7,000-7,600 രൂപ. ഞാൻ പറഞ്ഞു സാർ ഇത്രയും പൈസയൊന്നും എൻ്റെ കയ്യിലില്ല, എന്തായാലും പറഞ്ഞു സാറിന് പേരും അഡ്രസ്സും തന്നാൽ സാധനങ്ങൾ കുറച്ച് വില കുറച്ച് തരാം. അങ്ങനെ ഞാൻ പേരും അഡ്രസ്സും കൊടുത്തു. ഞാൻ പറഞ്ഞു എക്സ്ട്രാ പൈസയൊന്നും തരണ്ടല്ലോ, എന്നാലും ഒരു എക്സ്ട്രാ പൈസയൊന്നും വേണ്ട, പേരും അഡ്രസ്സും മാത്രം തന്നാൽ മതി. അങ്ങനെ പേരും അഡ്രസ്സും കൊടുത്തപ്പോൾ ആ പ്രോഡക്റ്റ് ഒരു 5,000-5,200 രൂപയ്ക്ക് എനിക്ക് തന്നു. ഞാൻ അതുകൊണ്ട് വീട്ടിലേക്ക് ചെന്നപ്പോൾ ഡിയർ ഫ്രണ്ട്സ് സ്വാഭാവികമായിട്ടും വീട്ടിന്റെ തിന്നേ തന്നെ എന്റെ അപ്പനിരിപ്പുണ്ട്. അപ്പൊ പറയുക ഇതെന്നാണ് സംഭവം. ഞാൻ പറഞ്ഞു വേരിക്കോസിന് നല്ല സൂപ്പർ സാധനം എന്ന് പറഞ്ഞ് തന്നതാണ്. ആരെ ജെയിംസ് ആണോ തന്നെ ചോദിച്ചു. ഞാൻ അപ്പൊ അടുത്ത വായിൽ എന്നോട് പറയണം, നീ ഇത്രയും ലോകവിവരം ഉണ്ടല്ലോ, ഇത്രയും സ്ഥലങ്ങളിൽ നീ സഞ്ചരിച്ചല്ലേ, ഇതുവരെ നിനക്കൊരു വിവരം വെച്ചിട്ടില്ല എന്നാണ് എന്റെ അപ്പനോട് ചോദിച്ചത്. വൈഫ് പറഞ്ഞു ഇതൊന്നും കഴിക്കണ്ട, അതായത് വീട്ടിൽ തന്നെ ഫുൾ നെഗറ്റീവ് ആയിരുന്നു. സ്വാഭാവികമായിട്ട് നമ്മുടെ വീട്ടിൽ എല്ലാവരും നെഗറ്റീവ് പറയുമ്പോൾ നമ്മളെന്ത് ചെയ്യുന്നത്, ഞാൻ അതെടുത്ത സൈഡിലേക്ക് മാറ്റി വെച്ചു. കാരണം ഇനി ഇത് കഴിച്ചിട്ടാണോ തട്ടിപ്പോകുന്നതെന്ന് അറിയത്തില്ലല്ലോ. പട്ടാളത്തിൽ നിന്നോ ജീവൻ രക്ഷിച്ചു പോകുന്നു, ഇനി ഇത് കഴിച്ചിട്ടാണോ നമ്മുടെ ജീവൻ നാശിക്കുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ മാറ്റി വെച്ചെങ്കിലും ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും പല ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ആ മിൽമയിൽ നിന്നൊക്കെ ലീവ് എടുത്ത് വീട്ടിലിരിക്കുമായിരുന്നു. 2 കാലം കെട്ടി ഒരു ദിവാൻ കോട്ടിന്റെ മുകളിൽ കാല് പൊക്കിയിരിക്കുന്ന സമയമാണ്.
അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു മനസ്സിന്റെ ഉള്ളിൽ ഒരു കുത്തൽ, എന്തായാലും പൈസയും കൊടുത്തു മേടിച്ചു, ഈ സംഭവം എന്താണെന്ന് അറിയുന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തെന്ന് സമയം വീണ്ടും ഞാൻ ആ പ്രൊഡക്റ്റ് എടുത്ത് QR കോഡൊക്കെ ഒന്ന് അടിച്ചു നോക്കി. QR കോഡ് ഉണ്ട്, നിങ്ങൾക്കും അടിച്ചു നോക്കാവുന്ന കാര്യമാണത്. അപ്പൊ പതുക്കെ അടിച്ചു നോക്കിയപ്പം അതിൽ ഞാൻ കണ്ട ഒരു സംഭവമാണ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ്. എന്തോ ദൈവാധീനം കൊണ്ട് ഒരു 6 മാസം VIP ഡ്യൂട്ടി ആയിട്ട് ആയുഷ് മിനിസ്ട്രിയിൽ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പട്ടാളത്തിൽ നിന്നാണ്. ഒരുപാട് VIP കടന്നു വരുന്ന സ്ഥലമാണ്. അവിടെ ഇഷ്ടംപോലെ രാംദേവ് ബാബയും നമ്മുടെ കേരളത്തിൽ നിന്ന് മന്ത്രിമാരും മിനിസ്റ്റേഴ്സും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എന്തിനാണ് അവർ വരുന്നത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. നമ്മൾ അവർക്ക് ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് ഐഡന്റിറ്റി കൊണ്ട് വണ്ടിയൊക്കെ ചെയ്ത് അകത്തേക്ക് കയറ്റി വിടുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. പക്ഷെ ഈ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് എന്റെ സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് വിളിച്ചു. അതിന് മുമ്പുണ്ടായിരുന്ന അവിടെ ക്ലറിക്കൽ സ്റ്റാഫായിട്ടൊക്കെ ചെയ്ത ആൾക്കാരുണ്ട്. അവരെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് അവർ പറയുന്നത് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് എന്തോ വലിയ സംഭവമൊക്കെ തന്നെയാണ്. കാരണം നമ്മൾ അന്ന് ഇവിടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പോ ഇവിടെ വന്ന VIPകളും VVIPകളും വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന പല ആയുർവേദ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കും ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് വാങ്ങി കൊടുക്കാൻ കോടികൾ കൊടുത്ത് ശുപാർശ ചെയ്തു വന്ന ടീമാണെന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ ഈ സംഭവം എന്താണെന്ന് പഠിക്കണോ. അങ്ങനെയാണ് ആയുഷ് മിനിസ്റ്ററുടെ സൈറ്റിൽ കയറി അവര് പല കമ്പനിയുടെയും പേരും പറഞ്ഞായിരുന്നു. പതഞ്ജലി പോലെയുള്ള ഒരുപാട് കമ്പനികളുടെ പേര് നമ്മൾ അറിയപ്പെടുന്ന കേരളത്തിൽ ഒരുപാട് കമ്പനികളുണ്ട്. പക്ഷെ ഞാൻ സൈറ്റിൽ കയറി അടിച്ചു നോക്കിയപ്പോൾ ഈ പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റിന് പോലും ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കാണാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, എലമെന്റ്സ് ബ്രാൻഡിലുള്ള ഏതാണ്ട് 22ഓളം പ്രൊഡക്റ്റുകൾക്ക് 2019 ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഈ സംഭവം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ഉൽപ്പന്നം, അതായത് കഫ്ലിലാകട്ടെ ബ്ലഡ് പ്യൂരിഫർ ആകട്ടെ 5 ലാബുകളിൽ ടെസ്റ്റ് ചെയ്ത് മനുഷ്യ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒരു പ്രിസർവേറ്റീവും അതിനകത്ത് അടങ്ങിയിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ചു കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഇതെന്ന് മനസ്സിലാക്കിയപ്പോ എങ്കിൽ പിന്നെ അത് ഉപയോഗിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഴിച്ചു ഒരു 10-14 ദിവസം കഴിഞ്ഞപ്പോൾ പതുക്കെ കാലിന്റെ നീരും വേദനയും ഒക്കെ മാറാൻ തുടങ്ങി. പക്ഷെ കണ്ടിന്യൂ ഇത് മാറി കഴിഞ്ഞപ്പോൾ ഞാൻ മിൽമയിൽ പണിക്ക് പോകുന്നത്. കാരണം നമുക്ക് മിൽമയാണ് മെയിൻ ആയിട്ട്, അതാണ് നമുക്ക് വരുമാനം തരുന്നത്. ഇതിന്റെ ബിസിനസ് ആയിട്ടൊന്നും മൈൻഡിലേക്ക് കയറിയിട്ടില്ല. കണ്ടിന്യൂ ജോലി ചെയ്തിട്ട് 3 മാസം വരെ കണ്ടിന്യൂ ഞാൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു ഡിയർ ഫ്രണ്ട്സ്. പക്ഷെ 3 മാസം കണ്ടിന്യൂ കഴിച്ചപ്പോൾ കിട്ടിയ റിസൾട്ട് ചെറുതായിരുന്നില്ല. ഒരുപക്ഷെ ലക്ഷങ്ങൾ മുടക്കി ആ സമയത്ത് ഒരു 10,000-10,000 രൂപയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ കിട്ടിയ റിസൾട്ട് ഭയങ്കരമായിട്ട് എന്നെ അട്രാക്ട് ചെയ്തു. എന്റെ വൈഫിന് കണ്ടിന്യൂ ആയിട്ട് വർഷങ്ങളായിട്ട് കല്യാണം കഴിച്ചത് മുതൽ കാണുന്നതാണ് പീരിയഡ്സിന്റെ പ്രോബ്ലം ആയിരുന്നു. ഒരുപാട് ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ അറിയപ്പെടുന്ന ഗൈനക്കോളജിസ്റ്റ് നമ്മുടെ മലപ്പുറത്തിലൊക്കെ ഉണ്ട്. അവരെ കൊണ്ട് കാണിച്ച് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചതാണ്. പക്ഷെ 1 മാസം കഴിക്കുമ്പോൾ കുറച്ച് കുറവുണ്ട്. പിന്നെ ഇത് തന്നെയാണ് അവസ്ഥ. അങ്ങനെ കണ്ടിന്യൂ കഴിച്ചപ്പോൾ ഞാനും പറഞ്ഞു ഇനി ഇംഗ്ലീഷ് മരുന്നൊക്കെ നിർത്തുക, അല്ലെങ്കിൽ ഇതുകൊണ്ട് വേറെ വീണ്ടും സൈഡ് എഫക്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ ഞാൻ അയോഡക്സോ മൂവോ ഒക്കെ ഒന്ന് തടവി അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഞാൻ അവർക്ക് വുമൺ കമ്പാനിയൻ സജസ്റ്റ് ചെയ്യുന്നത്. വുമൺ കമ്പാനിയനും ബ്ലഡ് പ്യൂരിഫറും കൊടുത്തു. അങ്ങനെ ഒരു 1.5 മാസം 2 മാസം ഉപയോഗിച്ചപ്പോൾ കിട്ടിയ റിസൾട്ട് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. കാരണം വർഷങ്ങളായിട്ട് ആയിരങ്ങളിൽ 10,000 മുടക്കിയ ആ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒരു സൊല്യൂഷനാണ് അവിടെ കിട്ടിയത്. അപ്പൊ അവർക്കും കുറച്ച് പതുക്കെ ഇതിനകത്തേക്ക് ഒരു ഇൻട്രസ്റ്റ്, അവൾ കുറച്ച് കൂട്ടുകാരികളെയും ബന്ധുക്കളെയൊക്കെ വിളിച്ച് പറയാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ വീട്ടിലേക്ക് കവചപ്രാശം, നമ്മുടെ പേസ്റ്റ്, സോപ്പ് കാര്യങ്ങളൊക്കെ വാങ്ങി. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പട്ടാളക്കാരനായതുകൊണ്ട് ഇവിടെ വേറെ പട്ടാളക്കാർ ഇരിപ്പുണ്ട്. ആർമിയിൽ ജോലി ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് സാധനങ്ങൾ വില കുറച്ചിട്ടാണ് കിട്ടുന്നത്. ക്യാൻറ്റീനിൽ പോയാൽ ടാക്സ് കുറച്ച് കിട്ടും. പക്ഷെ മാർക്കറ്റിൽ കിട്ടുന്ന സാധനം തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. എന്തായാലും അങ്ങനെ ടാക്സ് കുറച്ച് കിട്ടിയിട്ട് ഇന്നേ വരെ നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഗുണമുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം പൈസ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും വില കുറച്ചിട്ടാണ് കിട്ടുന്നത്. പക്ഷെ ഞാൻ ചിന്തിച്ചു, ഇവിടെയും സാധനങ്ങൾ വില കുറച്ചിട്ട് തന്നെയാണ് കിട്ടുന്നത്. ക്യാൻറ്റീനിൽ കിട്ടുന്നതിനേക്കാളും വില കുറച്ച് സാധനങ്ങൾ കിട്ടുന്നു. അവിടെ കിട്ടുന്ന സാധനങ്ങൾ മാർക്കറ്റിൽ കിട്ടുന്ന സാധനം പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും പറയാനൊന്നുമില്ല. പക്ഷെ ഇവിടെ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി. അതോടൊപ്പം തന്നെ ഡിയർ ഫ്രണ്ട്സ് 4-5 മാസം കണ്ടിന്യൂ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. വീട്ടിലേക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാക്കാൻ എനിക്ക് 3 മക്കളാണ്.
ഒരാൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയാൽ അടുത്തയാൾ കയറും, അടുത്തയാൾ ഇറങ്ങി അടുത്ത, ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ജലദോഷമോ പനിയോ എന്തെങ്കിലുമൊക്കെ. കാരണം ഇന്നത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല. കുട്ടികൾക്ക് നല്ല പോഷകാഹാരങ്ങൾ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, പക്ഷെ വാങ്ങാൻ സാധനങ്ങൾ കിട്ടണ്ടേ. എന്ത് സാധനം മേടിച്ചാലും കെമിക്കലാണ്. നമ്മുടെ രാവിലെ ഉപയോഗിക്കുന്ന കോൾഗേറ്റ് പോലും 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൊടുക്കുമ്പോൾ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി മോശപ്പെട്ടു വരുന്നല്ലാതെ മെച്ചപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കണ്ടിന്യൂ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി, കവചപ്രാശമൊക്കെ കണ്ടിന്യൂ ഉപയോഗിക്കാൻ തുടങ്ങി ഭയങ്കരമായ മാറ്റമുണ്ടായി. ഒരുപക്ഷെ ഞാൻ ഇന്ന് പറയുകയാണെങ്കിൽ 4 5 വർഷമാകാൻ പോവുകയാണ്. ഇതുവരെ ഒരു പനിയോ ജലദോഷമോ വന്നിട്ട് ഞാൻ കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല. കാരണം പനിയോ ജലദോഷമോ വന്നിട്ടുണ്ട്. പക്ഷേ കവചപ്രാശമൊക്കെ കലങ്ങി കൊടുത്തു കഴിഞ്ഞാൽ 1 2 ദിവസം കൊണ്ട് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ പതുക്കെ ഉൽപ്പന്നങ്ങൾ കണ്ടിന്യൂ വീട്ടിൽ ഉപയോഗിച്ചു. ഒരു 4 5 മാസം കണ്ടിന്യൂ ഞാൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു. എന്റെ മീറ്റിങ്ങിനും ക്ലാസ്സിനും ട്രെയിനിങ്ങിനും ഒക്കെ കണ്ടിന്യൂ എന്റെ ലീഡേഴ്സ് വിളിച്ചിട്ടുണ്ട്. ഒരിക്കലും പോയിട്ടില്ല. കാരണം മൈൻഡ്സെറ്റിൽ ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, പട്ടാളത്തിൽ നിന്ന് ട്രെയിനിങ്ങും മീറ്റിങ്ങും കൂടി മടുത്തിട്ടാണ് നാട്ടിലേക്ക് വരുന്നത്. ട്രെയിനിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അലർജി ആയിരുന്നു. പക്ഷേ ഒരു അപ്രതീക്ഷിതമായിട്ട് ഒരു ബുധനാഴ്ച ദിവസം വൈകുന്നേരം മിൽമയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു 950 രൂപ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി. അതാണ് സത്യം പറഞ്ഞാൽ എന്നെ ഒന്ന് ചിന്തിപ്പിക്കാൻ കാരണമായത്. കാരണം ഞാൻ ഒന്നാണ് എന്റെ അത്രയും ലീഡേഴ്സിനെ വിളിച്ചു. സാർ എന്റെ അക്കൗണ്ടിലേക്ക് ഒരു 950 രൂപ മൈലേഷൻ മാർക്കറ്റിംഗ് എന്ന കമ്പനിയിലൂടെ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞ പേര് പോലും ശരിക്കും പറയാൻ പഠിച്ചിട്ടില്ല. അപ്പൊ അവര് ലീഡേഴ്സ് എന്നോട് പറഞ്ഞു, സാർ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങളുടെ കമ്മീഷൻ ആണ് അക്കൗണ്ടിലേക്ക് വന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചത് ഒറ്റ കാര്യമുണ്ട്, വർഷങ്ങളായിട്ട് ഞാനും നിങ്ങളും പല്ല് തേക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, ടോയ്ലറ്റ് കഴുകുന്നുണ്ട്, പാത്രം കഴുകുന്നുണ്ട്, വീട്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ ഞാനും നിങ്ങളും വാങ്ങിയിട്ടുണ്ട്. അത്യാവശ്യമുള്ള സാധനങ്ങൾ, ഒഴിവാക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് എല്ലാം. പക്ഷെ ഇന്നേ വരെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരുപാട് കമ്പനികൾ, ഹാർപ്പിക്കും, സെൻസോഡൈനും, കോൾഗേറ്റും, ലെക്സും, എക്സോയും, ഹമാമും, ലൈസോളും, ഫെനോയിലും ഒക്കെ നമ്മൾ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി പോലും 5 പൈസ പോലും നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നിട്ടില്ലെന്ന് മാത്രമല്ല, 1 രൂപ പോലും മാർക്കറ്റിൽ നിന്ന് കുറച്ചും തന്നിട്ടില്ല. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് വലിയ റിസൾട്ട് ഒന്നും നമുക്ക് പറയാനുമില്ല. പക്ഷെ അന്ന് 950 രൂപ അക്കൗണ്ടിലേക്ക് വന്നപ്പോൾ ഞാൻ എന്റെ ലീഡേഴ്സിനെ വിളിച്ചു. സാർ ഇത് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്, കമ്മീഷൻ, സാർ ഉപയോഗിച്ച സാധനങ്ങളുടെ കമ്മീഷനാണ് അക്കൗണ്ടിലേക്ക് വന്നത്. അന്ന് അവർ പറഞ്ഞു, സാറേ ഇതിനെക്കുറിച്ച് പഠിക്കാന്നുണ്ടെങ്കിൽ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക, ഒരു 1 ഡേ ട്രെയിനിങ് വരുന്നുണ്ട്, 250 രൂപ കൊടുത്ത് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം നിർബന്ധപൂർവ്വമാണ് ഞാനൊരു ട്രെയിനിങ്ങിന് പോയത്. ഒരുപക്ഷെ നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കാൻ കാരണക്കാരനായ സൺ ഇന്റർനാഷണൽ ടീമിന്റെ ഫൗണ്ടർ, മെന്റർ, മോട്ടിവേറ്റർ, ദ ലക്ഷോറിയസ് WTC എമറാൾഡ് എക്സിക്യൂട്ടീവുമായ MS പ്രസാദ് സാറിന്റെ ഒരു ട്രെയിനിങ് ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ കുറച്ച് തിരിച്ചറിവുകൾ ഉണ്ടാക്കിയെന്ന് ഞാൻ പറയും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബിസിനസ് നിങ്ങളുടെയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരമാണ്. എനിക്ക് വന്നുണ്ടായ ഒരു തിരിച്ചറിവ്, പ്രസാദ് സാറിന്റെ അദ്ദേഹം ജീവിത പദ്ധതിയുടെ സൈഡായിട്ട് കാണിച്ചപ്പം ഞാനും ചിന്തിച്ച ഒരു കാര്യമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ്, വർഷങ്ങളായിട്ട് ഒറ്റയ്ക്ക് പണിയെടുക്കുന്നുണ്ട്, പല മേഖലകളിൽ പണിയെടുത്തിട്ടുണ്ട്, ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. പക്ഷെ നിമിഷ നേരം കൊണ്ട് അതെല്ലാം പോയി. കടക്കാരനായി, 50 ലക്ഷം രൂപയുടെ കടക്കാരനായി, വീടും കിടപ്പാടവും വിൽക്കേണ്ടി വന്നു, വാടക വീട്ടിൽ താമസിക്കേണ്ടി വന്നു, വണ്ടി ഓടിച്ച് നടന്നിട്ടുണ്ട്, ബുക്ക് വിറ്റ് നടന്നിട്ടുണ്ട്. അന്നേരം കയ്യിൽ കിട്ടിയ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന കമ്പനി എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഒറ്റയ്ക്ക് ജീവിതത്തിൽ പണിയെടുത്ത് വിജയിച്ച ഒരാളെ കാണിച്ചു കൊടുക്കാനില്ല. അന്ന് ഞാനും പതുക്കെ എന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി. 10 20 21 വർഷം പട്ടാളത്തിലും, അതിനു മുമ്പ് കൂലിപ്പണിക്ക് പോയിട്ടുണ്ട്, കിണർ കുത്താൻ പോയിട്ടുണ്ട്, എല്ലാ പണിക്കും പോയിട്ടുണ്ട്. പിന്നെ പട്ടാളത്തിൽ നിന്ന് വന്ന് കപ്പലിൽ പോയി, മിൽമയിൽ പോയി, പല മേഖലകളും ചെയ്തിട്ടും തിരിഞ്ഞു നോക്കിയാൽ അക്കൗണ്ടിൽ 5 പൈസ ബാലൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഡിയർ ഫ്രണ്ട്സ്. അവിടെ വെച്ച് എനിക്കൊരു തിരിച്ചറിവുണ്ടായി. അവിടെ വെച്ച് ഒരു ഗ്രേറ്റ് ലീഡറിനെ പരിചയപ്പെട്ടു. പക്ഷെ നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇതൊരു പട്ടാളക്കാരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കുറച്ചുകൂടി മുൻതൂക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ SIT യുടെ തന്നെ പവർഫുൾ ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ബിജോഷ് മാത്യു സാറിനെ
ആ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞു, വിനോദ് ജെയിംസ് സാറേ, വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ ഏറ്റവും കൂടുതൽ വളരാൻ പോകുന്ന ഒരു ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ്. ഇത് ഏറ്റെടുത്ത് ചെയ്യുവാണെങ്കിൽ സാറിന് നല്ല രീതിയിൽ വിജയിക്കാം. ഒറ്റ കാര്യം, ഇത്രയും വർഷം പണിയെടുത്തിട്ടും 5 പൈസ മിച്ചമില്ലെങ്കിൽ ഇനിയും സാറ് മിൽമയിൽ അടുത്ത 10-20 വർഷം ജോലി ചെയ്താലും എന്ത് മിച്ചം വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ചങ്കിക്കൊള്ളുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു. പതുക്കെ അദ്ദേഹം ഒറ്റ കാര്യം പറഞ്ഞു, സാർ ഇതിനകത്ത് ഒരു 4-5 വർഷം ഒന്നിച്ച് കൂടെ നിന്ന് പഠിക്കാനും ഏറ്റെടുത്ത് ചെയ്യാനും തയ്യാറാണെങ്കിൽ സാറിനും ഇതിനകത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞപ്പോ എന്നാ ഒരു അരക്കൈ നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പതുക്കെ ഈ മേഖലയിലേക്ക് ഇറങ്ങിയത്. അദ്ദേഹം കണ്ടിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഒരു 5 വർഷം ഒരു ഡിഗ്രി കോഴ്സ് പഠിക്കുന്ന പോലെ ഇതിനെ കുറിച്ച് സാറ് പഠിക്കാൻ തയ്യാറാവുക. അതുവരെ കിട്ടുന്ന വരുമാനം നോക്കട്ടെ, 1000-2000 ചിലപ്പോൾ 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെ കിട്ടിയേക്കാം. അതൊന്നും സാറ് നോക്കരുത്. ഈ ഇൻഡസ്ട്രിയിൽ 4-5 വർഷം കഴിഞ്ഞ് കിട്ടുന്നതാണ് വരുമാനം എന്ന് പറഞ്ഞപ്പോ ഞാനും പതുക്കെ കണ്ടിന്യൂ മിൽമയിൽ നിന്നുകൊണ്ട് തന്നെ പല ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്തു. അവിടെയൊക്കെ കാണാൻ സാധിച്ചത് ഇത് സാധാരണ കൂലിപ്പണിക്കാരും തൊഴിലുറപ്പിൽ പോകുന്നവരും അല്ലെ കള്ളുചെത്ത് തൊഴിലാളികളുമായ പല ആളുകളും ആഴ്ചയിൽ 1000-ഉം 10,000-ഉം 50,000-ഉം 1,00,000-ഉം അതേപോലെ നമ്മുടെ ശ്രീകുമാർ സാറ് കാണിച്ചതുപോലെ ആഴ്ചയിൽ 2,10,000 ഒക്കെ കിട്ടുന്ന ഒരുപാട് ആളുകളെ കാണാനും അത് നേരിട്ട് കണ്ട് വിശ്വസിക്കാനും സാധിച്ചു. ഒരുപക്ഷെ ഞാനും ചിന്തിച്ച ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഈ കൂലിപ്പണിക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോകുന്ന ഒരു വീട്ടമ്മയ്ക്ക് അല്ലെങ്കിൽ കള്ളു ചെത്താൻ പോകുന്ന ഒരു വ്യക്തിക്ക് ഈ ബിസിനസ്സിലൂടെ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് എനിക്കത് സാധിച്ചുകൂടാ, ഇവർക്കൊക്കെ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഇത് നമുക്ക് ചെയ്തുകൂടാ എന്നൊരു തിരിച്ചറിവുണ്ടായപ്പോൾ ശക്തമായി ഏറ്റെടുത്തു. ഒരുപക്ഷെ പല ആളുകളോട് നാട്ടിൽ ബിസിനസ് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ചങ്കു ബ്രോസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകൾ നമുക്കുണ്ട്, നല്ല കൂട്ടുകാര്, നല്ല സുഹൃത്തുക്കള്. ഇതൊക്കെ പട്ടാളത്തിൽ നിന്ന് വരുമ്പോൾ നമുക്കറിയാം. പിന്നെ മനസ്സിലായ ഒരു കാര്യം ഇത്രയുള്ളൂ, പട്ടാളക്കാരാണ് വരുമ്പോൾ നമുക്ക് ഒരു കുപ്പിയൊക്കെ കിട്ടും. അത് വന്നു കഴിയുമ്പോൾ ആ പട്ടാളക്കാരോട് ചോദിക്കുന്ന 1-2 വാക്കുകൾ, വിനോദ് സാർ എപ്പം വന്നു, സുഖമാണോ, കുപ്പിയൊക്കെ ഉണ്ടോ? ഇത് മാത്രമാണ് ഒരു പട്ടാളക്കാരോട് അവർക്ക് അന്വേഷിക്കാനുള്ളത്. എന്നാൽ പിന്നെ സുഖമാണോ, എങ്ങനെയുണ്ട് ജീവിതം എന്നൊന്നും അവർ ചോദിക്കാറില്ല. വൈകുന്നേരം വരെ വിളിച്ചു കഴിഞ്ഞാൽ ബിജുവെ ജോഷി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവര് വൈകുന്നേരം വിളിക്കേണ്ട താമസം വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വരുന്നവരുടെ പലരുടെ കയ്യിൽ സോഡായും അച്ചാറും ഉണ്ടാവും എന്ന് മാത്രം. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള കുറെ ബന്ധങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന ആഴ്ചക്ക് 2,10,000 കിട്ടും. നല്ല അവസരമാണ്, നമുക്ക് വിജയിക്കാൻ പറ്റുന്ന പല നല്ല മേഖലയിലാണെന്ന് പറഞ്ഞിട്ടും ഒരാളുകൾ അംഗീകരിക്കാൻ തയ്യാറായില്ല. അവര് കളിയാക്കിയെന്ന് മാത്രമല്ല എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ പോലും സമ്മതിച്ചില്ല എന്നുള്ളതാണ് വേറെ സത്യം. അങ്ങനെ പലരോടും പറഞ്ഞപ്പോൾ നാട്ടുകാരും കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഇതിനെ എതിർത്തിട്ടേ ഉള്ളൂ, പരിഹസിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഞാൻ ചിന്തിച്ച ഒരൊറ്റ കാര്യം, ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഒരു പക്ഷേ പല ആളുകളും മുൻ ധാരണകൾ വെച്ചിട്ടാണ് ഈ മേഖലയെ കാണുന്നത്. മുൻപ് എന്തൊക്കെയോ വന്നു, കുറെ ആളുകളുടെ കയ്യിൽ കാശ് പോയി, കുറെ മണി ചെയിൻ പരിപാടികൾ വന്നു. സത്യം പറഞ്ഞാൽ പല ആളുകളും ഇതിനെയും അതിനോടാണ് താരതമ്യപ്പെടുത്തിയത്. അതുകൊണ്ട് ഞാൻ ഇന്നും ഒരാളെയും കുറ്റം പറയുന്നില്ല. കേരളത്തിൽ ഒരുപാട് അങ്ങനെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ഞാൻ പതുക്കെ ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോഴാണ് അറിയുന്നത്. കാരണം നമ്മൾ ഇതിനെ കുറിച്ച് ഇതിനോട് കേട്ടിട്ടുമില്ല, എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് ഇതിനു മുമ്പ് പഠിച്ചിട്ടുമില്ല. പക്ഷെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നല്ല കമ്പനി എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. അതിനെക്കുറിച്ച് പഠിച്ചപ്പം വന്നിരിക്കുന്നത് ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലാണെന്ന് മനസ്സിലായപ്പം ഇവരൊക്കെ കളിയാക്കിയപ്പോഴും പരിഹസിച്ചപ്പോഴും എന്റെ ഈ ബിസിനസ് ഏറ്റെടുക്കാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുകയാണെങ്കിൽ എന്റെ നാട്ടിൽ നിന്ന് ഞാനൊരു ടെമ്പോ ട്രാവലറൊക്കെ പിടിച്ച് കുറച്ച് ആളുകളെ നമ്മുടെ ഒരു വലിയ സെലിബ്രേഷൻ പ്രോഗ്രാം നടന്നപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് ഡിയർ ഫ്രണ്ട്സ്. ഒരുപക്ഷെ 10-18 പേരെ ഞാനൊരു ടെമ്പോ ട്രാവലിൽ ഇരുത്തി എന്റെ കയ്യിൽ നിന്ന് കീശയിൽ നിന്ന് കാശ് വിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇത് എന്റെ ആ മണ്ടത്തരം കൊണ്ട് ഞാൻ അന്ന് ചെയ്തതാണ്. കാരണം ഈ ഒരു 10-18 പേര് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ബിസിനസ് ഏറ്റെടുത്ത് എന്റെ കൂടെ നിന്നാൽ 2,10,000 എപ്പോഴേ കിട്ടി എന്ന് ചിന്തിച്ച് ഞാൻ കൊണ്ടുപോയതാണ് ഡിയർ ഫ്രണ്ട്സ്. പക്ഷേ കൊണ്ടുപോയി അവര് തിരിച്ചു വന്ന് വണ്ടിയിൽ കയറി ഞാൻ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അവിടെ MS പ്രസാദ് സാറും നമ്മുടെ ഗ്രേറ്റ് ലീഡർ സോമകുമാർ സാറിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കേട്ടു, ബെൻസൊക്കെ ഇവര് കണ്ടു. അപ്പൊ കുറച്ച് ആളുകൾ എന്നോട് പറഞ്ഞു, ശരിയാണ്, കുഴപ്പമില്ല, നമുക്ക് നല്ല രീതിയിൽ ചെയ്താൽ രക്ഷപ്പെടാൻ പറ്റും.
ഇവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. പക്ഷെ അതിനകത്തുള്ള കുറച്ച് മഹാന്മാരുണ്ടായിരുന്നു. നേരത്തെ എന്തോ ഉടായ്പിലൊക്കെ ചെന്നുകൊണ്ട് കയ്യിൽ നിന്ന് കാശൊക്കെ പോയ വ്യക്തികൾ. അവൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഈ ബെൻസ് പ്രസാദ് എന്ന് പറഞ്ഞ വ്യക്തി, ബെൻസ് നീ ഒന്ന് അവന്റെ വീട്ടിൽ പോയി നോക്കണം, അത്താഴ പട്ടിണിക്കാരനായിരിക്കും. ബെൻസിന് എടുത്തോണ്ട് വന്നിട്ടുണ്ട്, അതൊക്കെ സാറെ വാടകയ്ക്ക് കൊണ്ടുവന്നതാണ്, ഇതൊക്കെ തട്ടിപ്പാണ്. എന്റെ വിനോദി പട്ടാളത്തിലായതുകൊണ്ട് ഇതൊന്നും കേൾക്കാത്തത് കൊണ്ടാണ് നിന്നെക്കാട്ടിലും വലിയ വലിയ ആളിൽ ഇതൊക്കെ ചെയ്ത് 5 പൈസ ഉണ്ടാക്കാതെ നാട്ടിൽ പേരാപേര നടക്കുന്നുണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്കാണെങ്കിൽ നിനക്കൊരു ജോലിയുണ്ട്, പട്ടാളത്തിൽ നിന്ന് പെൻഷനും ഉണ്ട്, ഇതൊക്കെ ചെയ്ത് നിനക്ക് മുന്നോട്ട് പോയപ്പോൾ എന്തിനാണ് ആ മനുഷ്യനെ പറ്റിക്കുന്ന പരിപാടിക്ക് പോകേണ്ടതെന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഡിയർ ഫ്രണ്ട്സ്, ഒരുപക്ഷെ ഞാൻ ഇതിന്റെ സാധ്യത എന്താണെന്ന് മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ, ഇതിന്റെ ട്രെയിനിങ്ങും മീറ്റിംഗും അറ്റൻഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ആ സമയം ഈ സംഭവം ഉപേക്ഷിച്ച് അടുത്ത പണിക്ക് പോയത്. പക്ഷെ ഇവരെ എല്ലാവരെയും കൊണ്ട് അവിടെ ഇറക്കി, ഇവരെല്ലാരും കളിയാക്കി, ഒരു പേസ്റ്റും ഒരു സോപ്പും പോലും എടുക്കാതെ ഇവരന്ന് ആ വീട്ടിലേക്ക് പോയപ്പോ ഈശ്വരന് 10-12,500 രൂപയും കളഞ്ഞ്, ചുരുക്കം പറയുവാണെങ്കിൽ ഡിയർ ഫ്രണ്ട്സ് 99% ഈ ബിസിനസ് ഇട്ടിട്ട് പോകാനുള്ള കാരണങ്ങളെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഒരൊറ്റ ശതമാനം, ഒരു തീരുമാനം, അന്ന് രാത്രി 8:30 അവിടെ ഒരു കടത്തിന്റെ ഇരുന്ന് തീരുമാനിച്ചു, വേണമെങ്കിൽ ഇത് ചെയ്യാം അല്ലെങ്കിൽ ഇട്ടിട്ട് പോകാം. ചെയ്തില്ലെങ്കിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, നമുക്ക് പട്ടിണി ഒന്നും കിടക്കില്ല, അത്യാവശ്യം ജോലിയുണ്ട്, പെൻഷനുണ്ട്, ജീവിച്ചു പോകാം. പക്ഷേ ചെയ്തില്ലെങ്കിൽ ഇന്ന് അവർ പറഞ്ഞ പോലെ തന്നെ ഒരു പക്ഷേ അവര് പറയുന്നത് കേട്ട് ഞാനും അവരെ പോലെ ചിന്തിച്ച് ഇത് നടക്കില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാൽ അവരും ഞാനും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാകില്ല. പക്ഷെ അന്നൊരു തീരുമാനമെടുത്തു, എന്തൊക്കെയായാലും ശരി ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഇത് നല്ല ബിസിനസ് ആണ് എന്ന് തെളിയിച്ച് കാണിച്ചു കൊടുക്കണം എന്നൊരു തീരുമാനം അന്ന് അവിടെ ആ കടത്തിന്റെ ഇരുന്നാണ് എടുത്തത്. ഇനി ചെയ്യുന്നുണ്ടെങ്കിൽ മൈലേഷ് മാർക്കറ്റിങ്ങിനെ ചെയ്യൂ എന്ന് ഉറച്ച തീരുമാനം എടുത്തുകൊണ്ടാണ് അന്ന് നമ്മൾ വീട്ടിലേക്ക് പോയത്. വീട്ടിൽ ചെയ്തപാടെ കുറച്ച് ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്തു. നേരത്തെ പല ലീഡേഴ്സ് പറഞ്ഞ പോലെ RTPകൾ അറ്റൻഡ് ചെയ്തു. ഈ RTP ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഇതിന്റെ സാധ്യത കൂടുതൽ മനസ്സിലായത്. കാരണം ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം ട്രെയിനിങ്ങും പ്രോഗ്രാമുകളുമാണ് ഈ ബിസിനസ്സിൽ ഓരോ വ്യക്തികളെയും മുന്നോട്ട് നയിക്കുന്നത്, ഓരോ വ്യക്തികളെയും വിജയിപ്പിക്കുന്നത്. അങ്ങനെ ശക്തമായ വീട്ടിലേക്ക് വന്നെന്ന് വൈഫിനോട് പറഞ്ഞു, കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണം. അതുവരെയുള്ള പ്രശ്നം എന്താ ചോദിച്ചാൽ അതിന് സാധനങ്ങളൊന്നുമില്ല, എടുക്കും, ഉപയോഗിക്കും, തീരും, അടുത്തത് വീണ്ടും എടുക്കും, മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ ഉൽപ്പന്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വൈഫിനോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ബിസിനസ് ചെയ്തേ പറ്റൂ, കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണം. അപ്പൊ എന്റെ ലീഡേഴ്സ് എന്നോട് പറഞ്ഞു, സാധനം പെർഫോമൻസ് ബോണസ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അതൊന്ന് അടിക്കുവാണ്, സാധനങ്ങളും സാറിന്റെ കയ്യിൽ വരും, മാത്രമല്ല കുറച്ച് ആളുകളെ നമുക്ക് ബിസിനസ്സിനും കൊണ്ടുവരാം, അക്കൗണ്ടിലേക്ക് ഒരു വരുമാനവും കിട്ടുമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെ ചെയ്യണം. അപ്പൊ അവർ പറഞ്ഞു 2,70,000 രൂപയുടെ കച്ചവടം നടക്കണം. ഞാൻ പറഞ്ഞു സാർ പൈസ ഒന്നും ഇടാൻ ഇത്ര ഒന്നും എന്റെ കയ്യിലില്ല. ഓക്കെ, അവര് പറഞ്ഞു സാർ ഒരു കാര്യം ചെയ്യും, ഒരു 1,35,000 രൂപയുടെ പ്രൊഡക്റ്റ് സാറിന് എടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു അത് വേണമെങ്കിൽ ഒന്ന് നോക്കാം. കാരണം ഉള്ളിൽ വാശിയായിരുന്നു. അങ്ങനെ ഞാൻ വൈഫിനോട് പിറ്റേ ദിവസം രാവിലെ പറഞ്ഞു എങ്ങനെയെങ്കിലും കുറച്ച് സാധനം എടുക്കണം, ഞാനൊരു പേഴ്സണൽ ലോൺ എടുക്കാൻ പോവുകയാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, 20 വർഷം കേന്ദ്ര ഗവൺമെന്റിന്റെ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിൽ. ഒരു 1,35,000 രൂപ പോലും കയ്യിലെടുക്കാനില്ലാത്ത വ്യക്തി. അന്ന് വൈഫിനോട് പറഞ്ഞു ഇത് എങ്ങനെയെങ്കിലും എടുത്ത് പറ്റൂ. അങ്ങനെ ഞാൻ അവളോട് നീ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ നടക്കും. അങ്ങനെ 2 വളയൊക്കെ മേടിച്ചുകൊണ്ട് പണയം വെച്ചിട്ട് ഡിയർ ഫ്രണ്ട്സ് 1.5 ലക്ഷം രൂപയുടെ സാധനം ഞാൻ എടുത്തു. പിറ്റേ ദിവസം എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ എന്റെ ചേട്ടൻ വാങ്ങിയ ഒരു ഐറ്റം വണ്ടി ഉണ്ടായിരുന്നു. അതിനകത്തേക്ക് ഞാൻ ഒരു 10-25 പ്ലാസ്റ്റിക് കവർ വാങ്ങി. അതിനകത്ത് ഒന്നിൽ പേസ്റ്റ്, സോപ്പ്, ഹെയർ ഓയിൽ അല്ലെങ്കിൽ ഷാമ്പു, ഹാൻഡ് വാഷ് ഒരു 1,000-1,500 രൂപ നിറച്ചു. അങ്ങനെ 25 കൂടുതൽ ഞാൻ നമ്മുടെ പ്രൊഡക്റ്റുകൾ 1,000-1,500-2,000 രൂപയുടെ സാധനം നിറച്ച് വണ്ടിയുടെ ഡിക്കിയിൽ വെച്ച് നേരെ പോയത് എന്റെ കുടുംബക്കാരുടെയും വീട്ടുകാരുടെയും അടുത്തേക്കാണ്. അവരോടൊക്കെ ബിസിനസ് പറഞ്ഞു 2,10,000 കിട്ടുമെന്ന് പറഞ്ഞു. ഒരു ഫോൺ പോലും എടുക്കാറില്ല. പക്ഷെ ഞാൻ നേരെ വീട്ടിലേക്ക് പോയി അവരോട് പറഞ്ഞു, ആന്റി അല്ലെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആരും എന്റെ കൂടെ ബിസിനസ് ചെയ്യണ്ട, ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തു, അത് നിങ്ങൾ എന്നും ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്, അത് ജസ്റ്റ് നിങ്ങളൊന്ന് മാറ്റി ഉപയോഗിച്ചാൽ മതി. എന്തായാലും കടയിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുതരാം എന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞൊരു കാര്യമാണ്, എന്തായാലും പേസ്റ്റ് സോപ്പ് അല്ലെ, എന്തായാലും നിന്നോട് മേടിച്ചില്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കണം, അപ്പൊ തന്നെ നീ തന്നെ തന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ 1,000-1,500 രൂപയുടെ സാധനങ്ങള് ഏതാണ്ട് 10-50 കുടുംബക്കാരുടെ ലിസ്റ്റ് ഇട്ട് ഞാൻ വീട്ടിലേക്ക് പോയി. 50 കുടുംബക്കാരൊന്നും എടുത്തിട്ടൊന്നുമില്ല, എന്നാൽ ഒരു 10-30 കുടുംബക്കാർ സാധനങ്ങൾ വാങ്ങി. ഏതാണ്ട് 12 ദിവസം കൊണ്ട് ഞാൻ 1.5 ലക്ഷം രൂപയുടെ സാധനം അവർക്ക് വിറ്റു തീർത്തു. മനസ്സിലാക്കണം, അങ്ങനെ ശക്തമായി പെർഫോമൻസ് ബോണസ് അച്ചീവ് അടിക്കാൻ സാധിച്ചു. അതിന്റെ ഫോട്ടോ പോയി
അങ്ങനെ മിൽമയിൽ നിന്നുകൊണ്ട് ഒരു ബുധനാഴ്ച ദിവസം അക്കൗണ്ടിലേക്ക് ഒരു 18,000 രൂപ വന്നു. അപ്പോൾ അന്ന് ഞാൻ ചിന്തിച്ച ഒറ്റ കാര്യമുള്ളൂ, രാവിലെ മുതൽ വൈകുന്നേരം വരെ മിൽമയിൽ കഷ്ടപ്പെട്ട് പണിയെടുത്താൽ കിട്ടുന്ന ഒരു 800 രൂപ. ഒരു ദിവസം പണിക്ക് പോകാതെ പനി പിടിച്ച് വീട്ടിൽ കിടന്നാൽ ആരും കാശ് തരികയില്ല ഡിയർ ഫ്രണ്ട്സ്. പക്ഷേ ഇവിടെ ഞാനും എന്റെ കൂടെ ഉള്ളവരും ഉൽപ്പന്നങ്ങൾ പല്ല് തേച്ചപ്പോൾ കുളിച്ചപ്പോൾ അവർ കപ്പൂസ് കഴിയപ്പം അവർ കൈ കഴുകിയപ്പോൾ തലയിൽ എണ്ണ തേച്ചപ്പം ഷാമ്പു തേച്ചപ്പം എന്റെ അക്കൗണ്ടിലേക്ക് ഒരാഴ്ചയിൽ 18,000 രൂപ വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ചെയ്യേണ്ട മേഖല അതാണെന്ന് ശക്തമായ ഒരു തീരുമാനമെടുത്ത് അവിടെ നിന്ന് ജോലി രാജിവെച്ച് അന്ന് വൈകുന്നേരം മാനേജറുടെ മേശപ്പുറത്ത് രാജിക്കത്ത് വെച്ചിട്ടാണ് അന്ന് ഞാൻ അവിടെ ഇറങ്ങിയത്. അങ്ങനെ ഫുൾ ടൈം കാരിയറായിട്ട് 2019 മുതൽ ബിസിനസ് ശക്തമായി ഏറ്റെടുത്തു. അതുകൊണ്ടുള്ള ഒരു മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ പതുക്കെ പെർഫോമൻസ് ബോണസ് അച്ചീവ് ആകാൻ സാധിച്ചു. പതുക്കെ ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ സാധിച്ചപ്പോൾ അത് സത്യൻ മാഷിന്റെ FSSലൊക്കെ ആദ്യമായിട്ട് ഒരു പെർഫോമൻസ് ബോണസിന്റെ ഒരു മെഡലാണ് എനിക്ക് കിട്ടിയത്. അതെനിക്ക് വളരെ ലൈഫിൽ ഒരു ഭയങ്കര ഇംപ്രഷൻ ഉണ്ടാകുന്ന ഒരു പരിപാടിയാണ്. കാരണം ഇതേ വരെ സ്റ്റേജിൽ കയറി ഒരു പേന പോലും മേടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത് ഭയങ്കര എനിക്ക് ഇംപ്രഷൻ ഉണ്ടായി. അങ്ങനെ ശക്തമായി ഏറ്റെടുത്തു. അടുത്ത 2-3 പെർഫോമൻസ് കണ്ടിന്യൂ എടുത്തു ഡിയർ ഫ്രണ്ട്സ്. അതിനുള്ളൊരു കാരണമുണ്ട്. എന്റെ കൂടെ ശക്തമായിട്ട് കുറച്ച് ആളുകൾ കടന്നു വന്നു. നമ്മുടെ ഒരു ഗ്രേറ്റ് ലീഡർ വന്നു, മിസ്റ്റർ മുരളീധരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹവും പട്ടാളക്കാരനായിരുന്നു. അദ്ദേഹം ശക്തമായിട്ട് ബിസിനസ് ഏറ്റെടുത്തു. അദ്ദേഹം മാസം പെർഫോമൻസ് എടുത്തപ്പോൾ ഞാനും പെർഫോമൻസ് ആയി. കാരണം കൂടെ വരുന്നവൻ പ്രൊഡക്റ്റ് എടുത്താലും അവൻ പെർഫോമൻസ് അടിച്ചാലും അവൻ വരുമാനം വാങ്ങിയാലും നമുക്കും വരുമാനം കിട്ടും. അങ്ങനെ ശക്തമായി ഏറ്റെടുത്തപ്പോൾ പതുക്കെ അച്ചീവ്മെന്റ് ഉണ്ടാക്കി. വീട്ടിലേക്ക് വന്നപ്പോൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറഞ്ഞ ഒരുപാട് ആളുകളെ എന്റെ വൈഫിനെയും മക്കളെയും ഒക്കെ പല പ്രോഗ്രാമിലും കയറ്റി ഇന്ന് ഓർഡറിങ് ചെയ്യിക്കാൻ സാധിച്ചു. അതേപോലെ ജോഷ് മാത്യു സാർ വെച്ച ഒരു പ്രോഗ്രാം ഹൈദരാബാദ് കോൺടെസ്റ്റ് ആണ്. ഞാനും എന്റെ കൂടെ വന്ന 2-3 പേരെ അച്ചീവർ ആക്കിക്കൊണ്ട് ഹൈദരാബാദ് കോൺടെസ്റ്റ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റി. അപ്പൊ അങ്ങനെ പോയപ്പോ സത്യം പറഞ്ഞാൽ ഹൈദരാബാദ് ഇതിന് മുമ്പും പോയിട്ടുണ്ട്, ഇഷ്ടംപോലെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഓസിക്ക് ടൂറിന് പോകുന്ന സുഖമൊക്കെയാണ് അന്നാണ് മനസ്സിലായത്. അങ്ങനെ കമ്പനി ഒരു പ്രോഗ്രാം വെച്ച് ഒരു തായ്ലൻഡ് കോൺടെസ്റ്റ് ഇതേപോലെ ഒരു സ്റ്റേജിൽ കയറി നിന്ന് ഞാൻ പ്രഖ്യാപിച്ചതാണ് ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് SITയിൽ ആദ്യത്തെ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ നിന്നുകൊണ്ട് ഞാൻ ഇത് അടിക്കും. ഒരു പക്ഷേ എന്റെ ലീഡേഴ്സ് കേട്ടു, കൂടെ ഉള്ളവര് കേട്ടപ്പം അവര് ശക്തമായി ബിസിനസ് ഏറ്റെടുത്തു. അവര് കൂടെ നിൽക്കാൻ തയ്യാറായപ്പം ഇന്ന് SITയിൽ ആദ്യത്തെ തായ്ലൻഡ് കോൺടെസ്റ്റ് ഒക്കെ അച്ചീവ് ആകാൻ സാധിച്ചു. അങ്ങനെ ശക്തമായി തീരുമാനമെടുത്തു. ഈ തായ്ലൻഡ് കോൺടെസ്റ്റ് ഒക്കെ അച്ചീവ് ചെയ്തപ്പോൾ ഞാൻ എന്റെ ഫാമിലി ഗ്രൂപ്പിലേക്കും അതേപോലെ തന്നെ നമ്മുടെ വായനശാലയിലെയും നമ്മുടെ പള്ളിയുടെ ഒക്കെ ഗ്രൂപ്പിലേക്ക് ഞാൻ ഫോട്ടോ വയ്ക്കിട്ടിരുന്നു ഡിയർ ഫ്രണ്ട്സ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അത് എങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല. സാധാരണ നമ്മൾ ഒരു +2 ഫുൾ A+ മേടിച്ചാൽ അല്ലെ SSLC ഫുൾ A+ മേടിച്ചാൽ സാർ ഒന്നിച്ച് നിന്ന് വലിയൊരു മൊമെന്റോ തരുന്ന ഒരു ഫോട്ടോ അത് ഞാൻ എന്റെ വൈഫ്, മക്കള്, അമ്മ എല്ലാവരും കൂടി നിന്ന് ഒരു ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലേക്ക് ഇട്ടു. ഇതിനെക്കുറിച്ച് ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചെങ്കിലും പിറ്റേ ദിവസം ഞാൻ കണ്ടത് വിനോദ് ജെയിംസ് റിമൂവ്ഡ് ദിസ് ഗ്രൂപ്പ് എന്നാണ്. ഒരുപക്ഷെ വായനശാലയിലും പള്ളിയിലെ ഗ്രൂപ്പിലും ഒക്കെ ഫുൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനകത്ത് കാണാൻ കൊള്ളാവുന്നതും കൊള്ളാത്തതുമായ ഒരുപാട് ഫോട്ടോകൾ വരാറുണ്ട്. അവരെ ഒന്നും ഔട്ടാക്കി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ പറയും, എന്റെ ജീവിതത്തിൽ വിജയിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും ഇതുപോലെയുള്ള ഒരു അവസരങ്ങൾ എനിക്ക് കൊണ്ടെത്തുന്നതായിരുന്നു. അതിന് ശക്തമായിട്ടൊരു വാശിയായിട്ട് എടുത്തു. എന്റെ വൈഫിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം ഇവരെന്നെ വിളിച്ച് പള്ളി ഗ്രൂപ്പിലേക്കും വായനശാല ഗ്രൂപ്പിലേക്കും കയറ്റുന്ന ഒരു ദിവസം വരും. കഴിഞ്ഞ ദിവസം സംഭവം ഉണ്ടായി. അതേ അലക്സ് നഗർ വായനശാലയിൽ നിന്നും ഫുട്ബോളിന് സ്പോൺസർ ചെയ്യാൻ വേണ്ടി വായനശാലയിലെ ടീം അതിന് സ്പോൺസർഷിപ്പിന് വേണ്ടി എന്റെ വീട്ടിലേക്കാണ് വന്നത്. നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നടത്തി കാണിക്കാൻ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രകൃതി പോലും കൂടെ നിൽക്കുമെന്ന് പണ്ട് പൗലോ പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് സത്യമാണ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ ശക്തമായി തായ്ലൻഡ് കോൺടെസ്റ്റ് അടിച്ചു. ഒരുപാട് സ്റ്റേജ് ആദരവും അംഗീകാരങ്ങളും മേടിക്കാൻ പറ്റിയിട്ടുണ്ട്. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ഞാൻ 4 പേര് ഒരു ബിസിനസ് പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എന്റെ ഫോൺ നമ്പർ പോലും ബ്ലോക്ക് ചെയ്ത വ്യക്തിയാണ്. ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1 വർഷത്തോളം ഞാൻ അദ്ദേഹത്തെ ഫോളോ അപ്പ് ചെയ്തു. കാരണം ആ വ്യക്തി ബിസിനസ്സിലേക്ക് കടന്നു വന്നാൽ ശക്തമായി ഏറ്റെടുക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു ദിവസം തൊടുപുഴയിൽ വെച്ച് ഒരു GTS പ്രോഗ്രാം അറ്റൻഡ് ചെയ്യിച്ചു. ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. കണ്ണൂർ വന്ന് കൈരളി റിസോർട്ടിൽ ഒരു RTP അറ്റൻഡ് ചെയ്ത് എബി കുര്യാക്കോസ് ഇന്ന് എന്റെ കൂടെ 3-ലധികം സ്റ്റേറ്റ് ടീം കോർഡിനേറ്റേഴ്സിനും കൊണ്ടുതന്ന് ഇന്ന് RTC എന്ന റാങ്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇതുപോലെയുള്ള 100 കണക്കിന് ആളുകൾ ബിസിനസ്സിലേക്ക് പതുക്കെ വന്നപ്പോൾ ഇവരുടെ ലീഡേഴ്സ് ആണ് DTC അല്ലെങ്കിൽ ATC TC
എക്സിക്യൂട്ടീവ് റാങ്കിൽ വരുന്ന ലീഡേഴ്സ് മാത്രമാണ് അവിടെ ഫോട്ടോ കാണിച്ചിരിക്കുന്നത്. എല്ലാവരും ഒന്നും ഫോട്ടോ കാണിക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ ഇങ്ങനെയുള്ള പല ആളുകളും കൂത്താട്ടുകുളം, മൂവാറ്റുപുഴ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് തൊട്ട് എന്തിന് ആന്ധ്രയിലും തമിഴ്നാടും ഉള്ള പല ആളുകളും പതുക്കെ പേസ്റ്റും സോപ്പും ഉപയോഗിച്ച് ബിസിനസ്സിലേക്ക് കടന്നു വന്നു. തിരുവനന്തപുരത്തു നിന്ന് പല ആളുകൾ ബിസിനസ്സിലേക്ക് കടന്നു വന്നു. അങ്ങനെ കടന്നു വന്നപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഈ 2,10,000 എന്നൊക്കെ പറഞ്ഞപ്പം ഒരിക്കലും തലയിലേക്ക് കയറിയിട്ടുണ്ടായിട്ടില്ല. അന്ന് ബിജോഷ് സാറ് പറഞ്ഞപ്പോൾ ബിജോഷ് സാറോട് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം സാറേ, 20 വർഷമായി പട്ടാളത്തിൽ ചെയ്തിട്ട് വരുന്നു, കിട്ടിയത് പോലെ 47,000 രൂപയായിരുന്നു ഞാൻ പെൻഷൻ വരുമ്പോൾ എന്റെ ശമ്പളം. ആ വ്യക്തിയോടാണ് സോപ്പും പേശും വിറ്റാൽ 2,10,000 കിട്ടുമെന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല. പക്ഷേ ഇതിന് സാധ്യത എന്തെന്ന് മനസ്സിലായതിനെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്കും മനസ്സിലായ ഒരു ഒറ്റ കാര്യമുണ്ട്. കൂടെ ഒരു ടീം ഉണ്ടെങ്കിൽ ആ ടീമിന് 1000 പേര് 1000 രൂപയുടെ സാധനം വീട്ടിലേക്ക് എടുക്കുന്നെങ്കിൽ 10 ലക്ഷം രൂപയുടെ കച്ചവടം നടക്കും. 2000 പേര് അവര് വെറും 1000 രൂപയുടെ സാധനം എടുത്താലും 20 ലക്ഷം രൂപയുടെ കച്ചവടം നടക്കും. അപ്പൊ എനിക്ക് തോന്നി എന്റെ കൂടെ സോപ്പും പേസ്റ്റും ഉപയോഗിക്കുന്ന കൂടുതൽ ആളുകൾ കടന്നു വരുമ്പോൾ ഇത് സാധ്യമാണ് എന്ന് മനസ്സിലായപ്പോൾ ശക്തമായി ഏറ്റെടുത്തു. അങ്ങനെ ഏറ്റെടുത്തപ്പോൾ എന്റെ കമ്പനിയുടെ 427ാമത്തെ ആഴ്ച ശക്തമായി പ്രവർത്തിച്ച മിസ്റ്റർ മുരളീധരൻ സാറിന്റെ അക്കൗണ്ടിലേക്ക് വായിച്ചിട്ട് 2,10,000 എത്തിച്ചു കൊടുക്കാൻ ഒരു കാരണക്കാരനായി എന്നുള്ള ഒറ്റ കാരണമുണ്ട്. എന്റെ അക്കൗണ്ടിലേക്ക് കമ്പനി 2,10,000 തന്നു. അവിടെ തൊട്ട് ലൈഫ് മാറി. ഒരുപാട് സ്ഥലങ്ങളിൽ ആദരവുകളും അംഗീകാരങ്ങളും രാജകീയമായ പൊന്നാണയും മൊമന്റോയും ഒക്കെ കിട്ടാൻ തുടങ്ങി. മിസ്റ്റർ മുരളീധരൻ സാർ എന്റെ കൂടെ നിൽക്കുന്നു. ഗ്രേവിയർ സോമൻ സാറിനോട് RTPയിൽ വെച്ച് പല സ്ഥലങ്ങളിൽ പോയാൽ ഇനിയിപ്പോ എവിടെ ചെന്നാലും ഇവിടെ വന്നാലും നിങ്ങൾ കണ്ടു പൊന്നാണ ഇടാതെ ഇവരിവിടെ നമ്മളെ പറയാൻ സമ്മതിക്കുക. അതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയൊരു കുഴപ്പം. എവിടെ ചെന്നാലും ആദരവുകളും അംഗീകാരങ്ങളും കിട്ടാൻ തുടങ്ങി. അങ്ങനെ ശക്തമായ തീരുമാനങ്ങൾ എടുത്തു. പതുക്കെ ഗോൾ സെറ്റ് മാറ്റാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ടാറ്റ നെക്സോൺ കൊണ്ട് 80-85,000 കിലോമീറ്റർ വരെ 1.5 വർഷം ഓടിയപ്പോൾ ഇന്ന് വീണ്ടും 15 ലക്ഷം രൂപയുടെ സ്കോഡ കുഷാക്ക് എന്നൊരു വണ്ടിയിലേക്ക് മാറാൻ സാധിച്ചു. ആ ഒരു വണ്ടി കൊണ്ട് വീണ്ടും 1.5 വർഷം ഓടിയപ്പോ ഇന്ന് വന്നിരിക്കുന്ന വണ്ടി നിങ്ങൾ കാണാൻ ഏതാണ്ട് 25 ലക്ഷം രൂപ വരെയുള്ള MG-യുടെ എന്നൊരു വണ്ടിക്കാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ ഈ ബിസിനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇന്ന് തീർച്ചയായിട്ടും ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് ഇതുപോലെ ആദരവുകളും അംഗീകാരങ്ങളും മേടിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു അവസരമാണ് ഡിയർ ഫ്രണ്ട്സ്. എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചിന്തിക്കൂ. നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തായാലും നമ്മൾ പല്ല് തേക്കണം, കുളിക്കണം, ടോയ്ലറ്റ് കഴുകണം, പാത്രം കഴുകണം, തുണിയലക്കണം, നിലം തുടയ്ക്കണം. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്ന് ജീവിത ശൈലി രോഗങ്ങൾ ഇല്ലാത്ത ആളുകളില്ല. കാലുവേദനയും മുട്ടുവേദനയും ശ്വാസമുട്ടലും ആസ്മയും അലർജിയും കിഡ്നി ഫെയിലറും അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്കും അതുപോലെ ക്യാൻസറും ഉള്ള സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളെ പോലെ ഒരു വ്യക്തി ഈ ബിസിനസ് ഏറ്റെടുത്താലോ നമ്മുടെ 100 ആയിരക്കണക്കിന് ആളുകളുടെ കൈകളിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ എത്തിക്കുവാനും ഒരുപാട് ആളുകളുടെ ജീവിത ശൈലി രോഗങ്ങൾ മാറ്റുവാനും നിങ്ങൾക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ എടുക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും. ഇന്ന് മാർക്കറ്റിൽ മമ്മൂട്ടിയും മോഹൻലാലും സച്ചിനും ബച്ചനും ഐശ്വര്യയും പോലെയുള്ള സെലിബ്രിറ്റീസ് പരസ്യം കാണിക്കുമ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇന്ന് കോടീശ്വരന്മാരായിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ ഓരോരുത്തരും രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തുണ്ടാക്കുന്ന കാശാണ് ഈ സെലിബ്രിറ്റീസിന് നമ്മൾ കൊടുക്കുന്ന ഡിയർ ഫ്രണ്ട്സ്. പക്ഷെ ഇവിടെ നേരെ മറിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ നല്ലതാണെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അങ്ങനെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഈ സെലിബ്രിറ്റീസ് ആയ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ കൊടുക്കുന്ന കോടികൾ നമ്മൾക്ക് വീതിച്ചു തരുന്ന ഒരു ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗ്. അത് ഇന്ത്യയിൽ നമ്പർ 1 ആയ കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആദരവുകളും അംഗീകാരങ്ങളും കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റെടുക്കുക. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ കമ്പനിയുടെ ഫ്യൂച്ചർ MD മിസ്റ്റർ നിഖിൽ ചന്ദ്രൻ സാറാണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്നൊക്കെ 2,000-3,000 ഒക്കെ ആളുകൾ പങ്കെടുക്കുന്ന സ്റ്റേജിൽ കയറി ഓർഡറിംഗ് മേടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൺ ഇന്റർനാഷണൽ ടീമിന്റെ നാഷണൽ കൺവെൻഷൻ നടന്നത് ഗോവ താജ് റിസോർട്ടിൽ വെച്ചാണ്. നിങ്ങൾ ഒറ്റ ഒന്ന് മൈൻഡ് ചിന്തിച്ചാൽ മതി. ഒരു 25,000 അല്ല 30,000 രൂപ മാസ വരുമാനം ശമ്പളം മേടിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ എത്ര ജീവിതകാലം പണിയെടുത്താലും ഗോവയില് ഒരു ദിവസം താമസിക്കണമെങ്കിൽ കൊടുക്കേണ്ട ഡിയർ ഫ്രണ്ട്സ് 30-35,000. അങ്ങനെയുള്ള ഒരു ഹോട്ടലിൽ പോയി കാണാനോ അല്ലെങ്കിൽ അതിന്റെ ഗേറ്റ് വരെ ഒന്ന് പോകാനോ നമ്മുടെ മൈൻഡ് സെറ്റ് വളരുന്നില്ല. പക്ഷെ ഈ ബിസിനസ്സിലേക്ക് വന്നതുകൊണ്ട്
ഇന്ന് നിങ്ങൾക്ക് അവിടെ കാണാം 10, 60, 65 വയസ്സുള്ള വീട്ടമ്മമാരൊക്കെയാണ് ഇന്ന് എന്റെ കൂടെ ഈ ഒരു ബിസിനസ്സിൽ വന്നതുകൊണ്ട് ഇന്ന് ഗോവ താജ് റിസോർട്ടിലേക്ക് ആ നാഷണൽ കൺവെൻഷന് കൊണ്ടുപോകാൻ സാധിച്ചത്. ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ സാധിച്ചു. അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഇതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കൂ ഡിയർസ്. വരും കാലഘട്ടത്തിന്റെ ബിസിനസ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ചുമ്മാ പറയുന്നതല്ല. നിങ്ങൾ ഇവിടെ നോക്കാം, നിങ്ങൾക്കറിയാം USA, ചൈന, ജപ്പാൻ, കൊറിയ, ബ്രസീൽ, ജർമ്മനി, മെക്സിക്കോ, ഫ്രാൻസ്, മലേഷ്യ, അതിന്റെ തൊട്ട് താഴെ ഇന്ത്യയും കിടപ്പുണ്ട്. 140 കോടി ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ചൈനയെ കവച്ചു വെച്ച് കഴിഞ്ഞു. ഒരു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഇന്ന് നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇത്രയും പോപ്പുലർ അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ 2021, 2022 ഒരു എക്കണോമിക്സ് ടൈംസ് എന്ന പേപ്പർ കട്ടിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഡയറക്ട് സെല്ലിംഗ് അതിന് ശക്തമായ വളർച്ച 19,000 കോടിയുടെ ടേൺ ഓവറിലേക്ക് വെറും ഒറ്റ വർഷം കൊണ്ട് മാറി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ KPMGയുടെയും ഫിക്കിയുടെയും ഒക്കെ റിപ്പോർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ തൊട്ട് പുറകിലുണ്ടായിരുന്നു പക്ഷെ അവിടെ എഴുതിയിട്ടുണ്ട് 2025 ആകുമ്പോഴത്തേനും ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി 65,000 കോടിയുടെ ടേൺ ഓവർ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇന്ത്യയിൽ മാറാൻ പോകുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇന്ന് ആളുകൾ PGയും PhDയും എടുക്കാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് തുടങ്ങി കഴിഞ്ഞു. ഡൽഹിയിൽ അമിറ്റി യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇന്ന് PhD, ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ PG എടുക്കുന്നു. ഒരുപക്ഷെ അതിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അത് പക്ഷെ നമ്മളിന്ന് മനസ്സിലാക്കുന്ന ഒറ്റ കാര്യമുണ്ട് സാറേ, എന്തുകൊണ്ട് ഇന്ന് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്തുകൊണ്ട് ചെയ്യണം? ഒരു പക്ഷെ നിങ്ങൾ പല കമ്പനികൾ കേട്ടിട്ടുണ്ടായിരിക്കാം, വെറുതെ വീട്ടിലിരുന്നാൽ മതി ലക്ഷങ്ങൾ കിട്ടും, വെറുതെ വീട്ടിലിരുന്നാൽ മതി കോടികൾ കിട്ടും എന്ന് പറഞ്ഞ പല കമ്പനികളും നിങ്ങളുടെ മുമ്പിലേക്ക് പ്രലോഭനങ്ങളുമായിട്ട് വരും. പക്ഷേ ഇവരൊന്നും 6 മാസം പോലും തികയ്ക്കാറില്ല. പക്ഷെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി 2013 ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ 10 വർഷം പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ 5 വർഷവും ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായിട്ട് എന്തുകൊണ്ടാണ് നമ്പർ 1 എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ അടിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ഗൂഗിൾ അടിച്ച് ടോപ്പ് 10 ബെസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് അടിച്ചാൽ അവിടെ 1ാം സ്ഥാനത്ത് കിടക്കുന്ന കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. 2, 3, 4, 5, 6, 7, 8, 9, 10 സ്ഥാനത്ത് കിടക്കുന്ന കമ്പനികൾ നിങ്ങൾ നോക്കണം. എന്തുകൊണ്ട് നോക്കണം എന്ന് പറഞ്ഞാൽ അത് 10, 20, 25, 50 വർഷമായ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ആ കമ്പനികളെ ഒക്കെയാണ് 3, 4, 5 സ്ഥാനത്തേക്ക് മാറ്റിയിട്ട് ഇന്ന് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് നമ്പർ 1 ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് ജസ്റ്റ് ഒരു 5 Pയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന്, പ്രൊമോട്ടേഴ്സ്. ഇന്ന് നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിന്റെ മാനേജ്മെന്റ് ഇന്ന് അറിയപ്പെടുന്ന കോടീശ്വരന്മാരാണ്. ഇന്ത്യൻ റെയിൽവേ, ഷിപ്പ്യാർഡ്, ഹുണ്ടായി പോലുള്ള കമ്പനികൾക്ക് ഇരുമ്പും ഉരുക്കും സപ്ലൈ ചെയ്യുന്ന ഏറ്റവും വലിയ കോടീശ്വരന്മാർ. 20-22 വർഷത്തെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു മാനേജ്മെന്റ്, ഏറ്റവും വിഷനും മിഷനുമുള്ള ഒരു മാനേജ്മെന്റ്. ഇന്ത്യയിൽ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന കമ്പനിയുടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം എന്ന് ഉറപ്പിച്ചിറങ്ങിയിരിക്കുന്ന ഒരു മാനേജ്മെന്റിന്റെ കൂടെയാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. രണ്ടാമത് പ്രൊഡക്റ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പ്രൊഡക്റ്റ് ഉപയോഗിച്ചവർക്ക് അതിന്റെ ഗുണമറിയാം. ഇന്ന് ലോകോത്തര ഗുണനിലവാരമുള്ള ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉള്ള എലമെന്റ്സും ഓണാൻഡോണും പോലുള്ള ബ്രാൻഡ്, എലമെന്റ്സ് ബ്രാൻഡ് 2021-22 ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡിന്റെ അവാർഡ് മേടിച്ച ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡുള്ള ബെസ്റ്റ് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്ത ഒരേ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുള്ളൂ. ദാറ്റ് ഈസ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. നിങ്ങൾക്ക് നോക്കാം, ഇന്ന് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് 10 വർഷം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, ഏത് ഡയറക്ട് സെല്ലിംഗ് കമ്പനി നിങ്ങൾ എടുത്തു നോക്കിക്കോ, പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ വിജയിപ്പിച്ച, ലക്ഷങ്ങളും കോടികളും മേടിച്ചു കൊടുത്ത ഒരേ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. അതേപോലെ പ്ലാൻ, ഇന്ന് 2,10,000 പ്ലാൻ വളരെ മനോഹരമായിട്ട് ശ്രീകുമാർ സാറ് പറഞ്ഞു തന്നു. ഇന്ന് 2,10,000 ആഴ്ചയ്ക്ക് തരുന്ന കമ്പനിയാണെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ വിറ്റുവരവിന്റെ ലാഭമാണ് കമ്പനി നമ്മൾക്ക് തരുന്നത്. ഇന്ന് ഏത് കച്ചവടത്തിലും ഉൽപ്പന്നങ്ങളുടെ വിറ്റുവരവിന്റെ ലാഭമാണ് എല്ലാവരും മേടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ ഇൻകം കൊടുക്കുന്ന ഒരു കമ്പനി. ആഴ്ച വരുമാനത്തിന് മാത്രമേ ലിമിറ്റ് ഉള്ളൂ 2,10,000. മാസം ലക്ഷങ്ങളും കോടികളും നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതെപ്പം വേണമെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരാൻ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി തയ്യാറാണ്. അതോടൊപ്പം പേവട്ട്, ഒരു പക്ഷെ പട്ടാളത്തിൽ
1-ാം തീയതി കിട്ടേണ്ട ശമ്പളം 10-ാം തീയതി വരെ ആയിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ബുധനാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ 5 മണിക്കും 7 മണിക്കും ആ പൈസ അക്കൗണ്ടിൽ വന്നിരിക്കും. ഒരിക്കലും വ്യാഴാഴ്ചത്തേക്ക് കമ്പനി വെച്ചിട്ടില്ല. ഈ പേയ്മെന്റ് നിങ്ങൾ മനസ്സിലാക്കണം. അതോടൊപ്പം ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യം ശ്രീകുമാർ സാർ ഒന്ന് വ്യക്തമാക്കിയിരുന്നു. ഇവിടെ ഫോറിൻ ട്രിപ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, ആർക്കാണ് ആഗ്രഹമില്ലാത്ത വിദേശ രാജ്യങ്ങളൊക്കെ ഒന്ന് പോയി കറങ്ങി പറയുന്നത്? പക്ഷെ നമ്മുടെ കീശ കാലിയായതുകൊണ്ട് കീശയിലുള്ള വരുമാനം ഒന്ന് വിദേശത്ത് പോകാൻ പോയിട്ട് നമ്മുടെ ഇന്ത്യയിൽ താജ്മഹൽ പോലും ഒന്ന് കാണാൻ നമ്മുടെ മൈൻഡ് സെറ്റ് വളരുന്നില്ലെന്നുള്ളതാണ്. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഈ ഒരു ബിസിനസ്സിലൂടെ ലക്ഷങ്ങൾ ഉണ്ടാക്കി ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു സംഭവമാണ് നോമിനേഷൻ ഫെസിലിറ്റി. ഒരു പക്ഷേ ഈ ഒരൊറ്റ തിരിച്ചറിവായിരിക്കാം എന്റെ ബിസിനസ് ഒക്കെ ശക്തമായി ഏറ്റെടുക്കാൻ തയ്യാറാക്കിയത്. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്ക് ഒരു വ്യക്തിയെ കാണാം. അദ്ദേഹത്തിന്റെ പേരാണ് ഷീജൻ സി നായർ. ഒരുപക്ഷെ ആ വ്യക്തി ഒരു എയർഫോഴ്സുകാരനാണ്. ഇന്ന് അദ്ദേഹം എയർഫോഴ്സിൽ ജോലി കഴിഞ്ഞ് റിട്ടയർമെന്റ് ആയിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാം. ഒരുപക്ഷെ അതിനുശേഷമാണ് അദ്ദേഹം മരിക്കുന്നതെങ്കിൽ ഇദ്ദേഹത്തിന്റെ വൈഫിന് കൂടിപ്പോയ ഒരു 10,000 അല്ലെങ്കിൽ 12,000 രൂപ പെൻഷൻ കിട്ടും. കാരണം ഞാനാണ് തട്ടിപ്പോയാലും എനിക്ക് കിട്ടുന്ന പെൻഷന്റെ പകുതി എന്റെ വൈഫിന് കിട്ടുന്നു. പക്ഷെ ഡിയർ ഫ്രണ്ട്സ്, ഈ വ്യക്തി മൈലേജ് മാർക്കറ്റിംഗ് എന്താണെന്ന് പഠിച്ച് എയർഫോഴ്സിൽ ജോലി രാജിവെച്ച് ഏറ്റെടുത്ത് ചെയ്തു. ഒരുപക്ഷെ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ലോകത്ത് ഈ വ്യക്തി ഇല്ല. ഇദ്ദേഹം മരണപ്പെട്ടിട്ട് 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, കഴിഞ്ഞ 5 വർഷവും എല്ലാ മാസവും ഇദ്ദേഹത്തിന്റെ വൈഫിന്റെ അക്കൗണ്ടിലേക്ക് കമ്പനി കൊടുക്കുന്നത് ഇന്ന് 35-40 ലക്ഷം രൂപയാണ്. എന്തുകൊണ്ടാണ് ആ വ്യക്തിയെ മരണപ്പെട്ടിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ടീം ഇന്നും ബിസിനസ് ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ് PV അശോകൻ സാറ്. ഇദ്ദേഹത്തിന്റെ ലൈഫിലും ഇത് തന്നെയാണ്. നമുക്കറിയാം, ഈ വ്യക്തി ഇന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ കുടുംബം മേടിക്കുന്നത് 25-30 ലക്ഷം രൂപയാണ്. എന്തുകൊണ്ടാണ് മൈലേജ് മാർക്കറ്റിംഗിലേക്ക് വന്ന് ഏറ്റെടുത്തു. ഇന്ന് ഇന്ത്യ മുഴുവൻ ഒരു ടീം ഉണ്ടാക്കി കൂടെ വന്ന ആളുകൾക്ക് ലക്ഷങ്ങളും കോടികളും മേടിച്ചു കൊടുത്തുകൊണ്ട് ഇന്ന് ഇവർ മരണപ്പെട്ടു പോയെങ്കിലും ഇന്ന് ഇവരുടെ കുടുംബത്തിലേക്ക് എത്തുന്ന 25-30 ലക്ഷം രൂപയാണ്. നിങ്ങൾ ഒറ്റയൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പല അവസരങ്ങളും ഉണ്ടാകാം. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അതൊരു കഥയൊന്നുമല്ല, ജീവിതത്തിലെ അനുഭവങ്ങളായിരിക്കാം എന്നെ ഇത് ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ചത്. നമുക്കറിയാം 97-98 കാലഘട്ടത്തിൽ നമ്മുടെ കാർഗിൽ യുദ്ധമുണ്ടായ സമയമായിരുന്നു. നിങ്ങൾ എല്ലാവർക്കും അറിയാം, ആ കാർഗിൽ യുദ്ധത്തിൽ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ എനിക്കന്ന് ഡ്യൂട്ടി കാർഗിൽ ഒന്നുമല്ല, എനിക്കന്ന് ഡ്യൂട്ടി ആഗ്രയിലാണ്. ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്യുക, ഒരു 2-2.5 വർഷം മാത്രമേ എനിക്ക് സർവീസേ ഉള്ളൂ. കൂടി പോയി കഴിഞ്ഞാൽ ആഗ്രയിൽ വലിയ സ്ട്രെന്തൊന്നുമില്ല. പകുതി യൂണിറ്റ് ഞങ്ങളുടെ പുറത്തേക്ക് പോയിരിക്കുകയാണ്. ആ സമയത്താണ് ഞാൻ ആഗ്രയിൽ ഡ്യൂട്ടി നോക്കുന്നത്. പക്ഷെ അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്ന ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ രാവിലെ എഴുന്നേറ്റ് അശോക മരത്തിന്റെ ചില്ല് വെട്ടി റീത്ത് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ അന്നത്തെ പണി. വേറെ പ്രത്യേകിച്ച് പരിപാടികൾ ഫുള്ള് റീത്ത് ഉണ്ടാക്കും. ഒരു 100-150 റീത്ത് ഉണ്ടാക്കി വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പല ടീമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു 8 അല്ലെങ്കിൽ 10 പേരുടെ ഒരു ടീം, ഒരു ഗാർഡ് കമാൻഡർ പ്ലസ് അദ്ദേഹത്തിന്റെ കൂടെ 7-8 പേരടങ്ങുന്ന ഒരു ടീം നേരെ ആഗ്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. എന്നിട്ട് ഈ റീത്തും എടുത്ത് വണ്ടിയിൽ വെച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയി ചെയ്യുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ അന്ന് കാർഗിൽ യുദ്ധത്തിന് മരണപ്പെട്ടു പോയ പട്ടാളക്കാരുടെ ഡെഡ് ബോഡി ആ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ ഒരുപക്ഷെ ഇങ്ങനെ നിരത്തി കിടത്തിയിട്ടുണ്ടായിരിക്കും. ഞങ്ങൾക്ക് യുദ്ധത്തിന് പോകുമ്പോൾ ഒരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ ഓപ്പറേഷന് പോകുമ്പോൾ ഒരു ഡിസ്ക് ഐഡന്റിറ്റി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഒരു അലുമിനിയത്തിൽ ഇങ്ങനെ കൊത്തി ഉണ്ടാക്കുകയോ ചെയ്യുന്നത്. ബിനോയ് ജെയിംസ്, ശ്രീകണ്ഠാപുരം, കണ്ണൂര്, ക്രിസ്ത്യൻ, അതോടൊപ്പം തന്നെ എന്റെ ആർമി നമ്പർ ഉണ്ടായിരിക്കും. ഒരെണ്ണം നിങ്ങൾ ഇങ്ങനെ കഴുത്തെ കെട്ടിത്തൂക്കും, ഒരെണ്ണം കയ്യെ കെട്ടിത്തൂക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കഴുത്ത് പോയാൽ ആളെ തിരിച്ചറിയാം കൈയുണ്ട്, കൈ പോയാൽ തിരിച്ചറിയാൻ കഴുത്തുണ്ട്. കൈയും കഴുത്തുള്ള ആളെ തിരിച്ചറിയാനും ഒരു മാർഗമില്ല. പക്ഷെ എങ്ങനെയുള്ള ഈ ഡിസ്ക് ഐഡന്റിറ്റി ഉണ്ടാക്കിയിട്ടിട്ട് ഞങ്ങൾ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ആ വെള്ളത്തുണി എടുത്തു മാറ്റുമ്പോൾ കൈയില്ലാതെയും കാലില്ലാതെയും ഒരുപക്ഷെ തലയില്ലാതെയും ഒരുപാട് വീരമൃത്യു മരിച്ച പട്ടാളക്കാരെ കണ്ടിട്ടുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, അന്ന് അവരുടെ ഡിസ്ക് ഐഡന്റിറ്റി പരിശോധിച്ച് എവിടെയാണോ അവരുടെ വീടെന്ന് നോക്കി അവരെ ട്രക്കിൽ കയറ്റി ദിവസം തോറും പച്ച വെള്ളം പോലും കുടിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതെന്തുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ അവരുടെ ഡെഡ് ബോഡി കൊണ്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഒരുപക്ഷെ കരളലിയിക്കുന്നതായിരിക്കും. ഡിയർ ഫ്രണ്ട്സ്, വിധവയായ ഒരു ഭാര്യയും പറക്കം പറ്റാത്ത 2-3 കുഞ്ഞുങ്ങളും, ഒരുപക്ഷെ അതിലും വലിയ വിഷമം ഉണ്ടാക്കുന്നത് ആ മരിച്ചുപോയ പട്ടാളക്കാരന്റെ വീട്ടിലേക്ക് ഗവൺമെന്റ് കുറച്ച് ലക്ഷങ്ങളൊക്കെ കൊടുക്കും. അതിനുവേണ്ടി കടിപിടി കൂടുന്ന കുടുംബക്കാരെ കണ്ടിട്ടുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ആ വിധവയെയും ഭാര്യയെയും വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയിട്ട് ആ പണത്തിന് വേണ്ടി കടിപിടി കൂടുന്ന കുടുംബക്കാരെ ഇവിടെ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ അവർക്ക് ഇന്ന് 300-500-1000 രൂപ കട്ടിങ് എടുത്ത് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്നും അവർക്ക് വേണ്ടി ആർമി കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, ഇതെന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ,
ഡിയർ ഫ്രണ്ട്സ്, നമ്മളും മനുഷ്യന്മാരാണ്, നമ്മളും ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ ഡിയർ ഫ്രണ്ട്സ്, അവർ ഒറ്റ തിരിച്ചറിവാണ് ഈ ബിസിനസിനെ ഹൃദയത്തിൽ ഏറ്റെടുക്കാൻ കാരണം. ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയ എന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താകുന്ന ഒറ്റ ചിന്ത. ഡിയർ ഫ്രണ്ട്സ്, നാളെ ഞാനില്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് വരുമാനം എത്തിക്കുന്ന വ്യക്തി ഞാനാണെങ്കിൽ ഡിയർ ഫ്രണ്ട്സ്, ബാക്കി കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങളോടും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പക്ഷെ ഒറ്റ നിമിഷം ഒന്ന് ചിന്തിക്കൂ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് വൈകുന്നേരം വീട്ടിൽ പോയി കടന്നുറങ്ങുമ്പോൾ നിങ്ങളുടെ മക്കളും അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡും അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫും കടന്നുറങ്ങുമ്പോൾ ഒന്ന് നോക്ക്, ഞാൻ എന്ന വ്യക്തി ഉള്ളത് കൊണ്ടാണല്ലോ ഇവര് ധൈര്യമായിട്ട് കടന്നുറങ്ങുന്നത്. നാളെ എന്റെ അവസ്ഥ എന്തെങ്കിലും ആയിപ്പോയാൽ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇവരുടെ അവസ്ഥ എന്താവണമെന്ന് ഒരു നിമിഷം നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഡിയർ ഫ്രണ്ട്സ്, മൈനേഴ്സ് മാർക്കറ്റിംഗിനെ നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കും. ഒരു സംശയവുമില്ല ഡിയർ ഫ്രണ്ട്സ്, ഈ ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റി ഏറ്റവും ശക്തമാണ്. നിങ്ങൾ ഈ ബിസിനസിനെ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 2 വർഷം 3 വർഷം പോട്ടെ ഡിയർ ഫ്രണ്ട്സ്, ഒരു 4 വർഷം കഴിഞ്ഞ് 20, 25, 30 വർഷമായിട്ട് നമ്മൾ പണിയെടുക്കുന്നുള്ളൂ. എന്ത് മിച്ചം വെക്കാൻ പറ്റിയിട്ടുണ്ട്? വെറും ഒരു 3-4 വർഷം നിങ്ങളെ ഈ ബിസിനസ് പരിചയപ്പെടുത്തിയ വ്യക്തിയുടെ കൈ പിടിച്ചുകൊണ്ട് ഇതെന്താണെന്നും ഈ ബിസിനസിന്റെ സാധ്യത എന്താണെന്നും നിങ്ങൾക്കൊന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇതിനും വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടാനില്ല എന്ന് 100% ഞാൻ പറയും. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു ടീമിനൊപ്പം ഇത് ഓൾറെഡി സാർ പറഞ്ഞു കഴിഞ്ഞു. സൺ ഇന്റർനാഷണൽ ടീം ഇന്ന് നമ്മളെ പോലെയുള്ള ഒരുപാട് ആളുകൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ പോലും ഇന്ന് 25, 30, 15, 50 ലക്ഷങ്ങൾ മേടിക്കുന്ന ലീഡേഴ്സ് ഉറക്കവും ഇല്ലാതെ കൂടെ വരുന്ന ആളുകളെ വിജയിപ്പിക്കുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു പവർഫുൾ ആയ ഒരു ടീമാണ് ഇന്ന് സൺ ഇന്റർനാഷണൽ ടീം എന്ന് പറയുന്നത്. ഇത് മൈനേഴ്സ് മാർക്കറ്റിംഗിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടീമാണ്. ആ ടീം നടത്തുന്ന ഒരു വലിയ സെലിബ്രേഷൻ പ്രോഗ്രാം വരുന്നുണ്ട്, ടേക്ക് ഓഫ് 2.0. ഒരുപക്ഷെ 2019 ജൂൺ മാസത്തിൽ കണ്ണൂര് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു പ്രോഗ്രാം നടന്നിരുന്നു, ടേക്ക് ഓഫ് എന്ന പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ ഇവർ പറഞ്ഞു, നിങ്ങൾ ഒരു അച്ചീവർ ആയി കഴിഞ്ഞാൽ ഒരു പെർഫോമൻസ് ബോണസ് അടിച്ചാൽ, 2 പെർഫോമൻസ് ബോണസ് അടിച്ചാൽ, 3 പെർഫോമൻസ് ബോണസ് അടിച്ചാൽ രഞ്ജിനി ഹരിദാസ് നിങ്ങളെ സ്റ്റേജിലേക്ക് വിളിച്ചു കയറ്റുമെന്ന്. ഒരുപക്ഷെ 2019 ഞാൻ ഈ ബിസിനസ്സിൽ ഒരു തുടക്കക്കാരനായിരുന്നു ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ ഒരു 3 പെർഫോമൻസ് ബോണസ് അടിച്ച് ടേക്ക് ഓഫ് എന്ന പ്രോഗ്രാമിൽ രഞ്ജിനി ഹരിദാസ് വിളിച്ചു കയറ്റി ഡയമണ്ട് എക്സിക്യൂട്ടീവ് മിസ്റ്റർ മുബീൻ സാറിന്റെ കയ്യിൽ നിന്ന് ഒരു പൊന്നാട മേടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അന്ന് വിറ്റുകൊണ്ടാണെങ്കിൽ അടുത്ത ടേക്ക് ഓഫ് നടക്കാൻ പോവുകയാണ് ഡിയർ ഫ്രണ്ട്സ്. 2024 ഏപ്രിൽ 24-ാം തീയതി 24/4/2024. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാണ്, അന്ന് ബിസിനസ് ഏറ്റെടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ ടേക്ക് ഓഫിൽ ഒരു നാഷണൽ ടീം കോർഡിനേറ്റർ ആയിട്ട് ഞാനും ആ സ്റ്റേജിലുണ്ടാകും. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നിങ്ങളുടെ ബിസിനസ്സിനെ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഇനിയും 4 മാസം ബാക്കിയുണ്ട്. ഒറ്റ ക്രൈറ്റീരിയ അവിടെ സ്റ്റേജിൽ ഹോണറിംഗ് ഉള്ളൂ, പെർഫോമൻസ് ബോണസ്. ഇന്ന് ടീം കോർഡിനേറ്റേഴ്സിനെ കമ്പനി പെർഫോമൻസ് ബോണസ് കൊടുക്കുന്നുണ്ട്. ഒരു ടീം കോർഡിനേറ്ററായി ഒരു പെർഫോമൻസ് ബോണസ് അടിക്കും എന്ന് നിങ്ങൾ ഇന്ന് തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ ആ തീരുമാനത്തിന് തടയിടാൻ ഒരു വ്യക്തിക്കും സാധിക്കില്ല ഡിയർ ഫ്രണ്ട്സ്. ടേക്ക് ഓഫ് എന്ന പ്രോഗ്രാമിൽ നിങ്ങൾ പെർഫോമൻസ് അടിച്ച് 100% ഓർഡറിംഗ് മേടിക്കാൻ അവിടെ ഉണ്ടാകും. 12,000 പേര് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് കോഴിക്കോട് വെച്ച് നടക്കുന്ന ആ ടേക്ക് ഓഫ് എന്ന പ്രോഗ്രാം. നിങ്ങൾ ഒറ്റയൊന്ന് ചിന്തിച്ചാൽ മതി, ആ ഒരു ടേക്ക് ഓഫ് എന്ന പ്രോഗ്രാമിൽ നിങ്ങൾ ആ സ്റ്റേജിൽ കയറി ഒന്ന് ഇറങ്ങിയാൽ പോലും അതിന്റെ ഒരൊറ്റ ഫോട്ടോയും ഒരൊറ്റ വീഡിയോയും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ബിസിനസ് ബിൽഡ് ചെയ്യാൻ നാളെ 100 ആളുകൾ കടന്നു വരും. അതുകൊണ്ട് ഇതിനെ ഹൃദയത്തിൽ ഏറ്റെടുക്കുക. ശക്തമായി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, നമ്മൾ എന്നും പ്രസാദ് സാർ പറയുന്ന ഒരു കാര്യമാണ്, സക്സസ് ഇസ് നോട്ട് എ ഡിസയർ, ദാറ്റ് ഈസ് എ ഡിസിഷൻ. ഇന്ന് ഇവിടെ വെച്ച് തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ദിവസമായിട്ട് ഇത് മാറും. ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ജയിക്കാൻ ഒരു നിമിഷം മതി, തോൽക്കാൻ മനസ്സിലെന്ന് തീരുമാനമെടുക്കുന്ന നിമിഷം. 2019 ഏപ്രിൽ മാസം എന്റെ നാട്ടിൽ നിന്ന് 18 പേരെയും കൊണ്ട് അന്ന് ആ പ്രോഗ്രാമിന് പോയി അവരെ കളിയാക്കി പരിഹസിച്ച് വിനോദ് ജെയിംസ് നിന്നെ കൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കടത്തിന്റെ ഇരുന്നൊരു തീരുമാനമെടുത്തതാണ് ഇന്ന് നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിലേക്ക് ടച്ചിങ് ആയി നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചതെങ്കിൽ ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഇന്നൊരു തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ ഒരു ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. 13 പ്രൊഡക്റ്റ് തുടങ്ങിയ കമ്പനി 190-ലധികം പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് 7 ബ്രാൻഡ് ഉണ്ടെങ്കിൽ അടുത്ത 5 പുതിയ ബ്രാൻഡും കൂടി വരുന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. ഇന്ന് നമുക്ക് വേണ്ടി SIT കരുവച്ചാൽ
ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഇന്ന് കരുവഞ്ചാലം നമ്മൾക്കുണ്ട്. ഏത് ടീമാണെന്നോ എന്താണെന്നോ നോക്കാതെ SIG എന്ന കരുത്തുറ്റ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കാൻ നമ്മൾക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ദിവസമാണ്. 2023 ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാക്കാനും ആ ഒരു തിരിച്ചറിവിലൂടെ 2024 നമ്മുടെ വർഷമാക്കി മാറ്റാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഒറ്റ കോഴ്സ് കൂടി ഇത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇത് വളരെ മനോഹരമായിട്ട് ഇവിടെ MC കൈകാര്യം ചെയ്ത അതും ഒരു വീട്ടമ്മയാണ്. ഒരു ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ നിന്നുകൊണ്ട് ഇവിടെ നിന്ന് ഇന്ന് ഓരോരുത്തരെയും വിളിക്കാനും ഈ പ്രോഗ്രാം ഉടനീളം MC കൈകാര്യം ചെയ്ത നിഷ മേഡത്തിന് നിങ്ങൾ ഓരോരുത്തരുടെയും നന്ദി അറിയിക്കുന്നു. ടീമിന്റെ പേരിലും എല്ലാവിധ വിജയങ്ങളും മുന്നോട്ടുള്ള എല്ലാവിധ അച്ചീവ്മെന്റും എത്രയും പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ GTS മനോഹരമായിട്ട് ബിസിനസ് അവസരം പ്രദാനം ചെയ്ത നമ്മുടെ ഗ്രേറ്റ് ലീഡർ ശ്രീകുമാർ സാർ ഇന്ന് ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ നിന്നുണ്ട്. അത് നിങ്ങളൊന്നും മനസ്സിലാക്കുക. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ടീമും വന്ന മേഖല അദ്ദേഹം പറഞ്ഞു. സാധാരണ ഒരു ഇലക്ട്രിക്കൽ മേഖല, അത് ഇലക്ട്രീഷ്യൻ മേഖലയിൽ നിന്നാണ് ഇദ്ദേഹത്തെ ഇങ്ങോട്ട് കടന്നു പോകുന്നത്. ഒരു തിരിച്ചറിവുണ്ടായ ആ ഇലക്ട്രീഷ്യൻ മേഖല മോശമായതൊന്നുകൊണ്ടല്ല, പക്ഷെ ഇലക്ട്രീഷ്യൻ മേഖലയിൽ അടുത്ത 20 അല്ല 30 വർഷം പണിയെടുത്താലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിവുണ്ടായപ്പോ ഇന്നിവിടെ സ്റ്റേജിൽ കയറി മനോഹരമായിട്ട് GTS പ്രസന്റ് ചെയ്ത നമ്മുടെ ഗ്രേറ്റ് ലീഡർ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിനന്ദനങ്ങളും അതോടൊപ്പം എല്ലാവിധ വിജയങ്ങളും നേരുകയാണ്. അതിനേക്കാളൊക്കെ ഒരുപാട് ലീഡേഴ്സ് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് പറഞ്ഞു. ഒരുപാട് ലേഡീസും വീട്ടമ്മമാരും ഇവിടെ കയറി എക്സ്പീരിയൻസ് പറഞ്ഞു. ഞാൻ ആദ്യം ഒരു പ്രോഗ്രാമിന് പോയി ഞാൻ വിചാരിച്ചു കമ്പനി കാശ് കൊടുത്തവരെ കൊണ്ട് പറയിക്കുന്നതാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒരിക്കലും എൻ്റെ ഡിയർ ഫ്രണ്ട്സ്, അവരുടെ വാക്കുകൾ വരുന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളാണ്. നിങ്ങൾ ഈ ബിസിനസ് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന്റെ മാത്രമല്ല, സമൂഹത്തിലേക്ക് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത്. അതുകൊണ്ട് ഇന്ന് ഇവിടെ വന്ന എക്സ്പീരിയൻസ് പറഞ്ഞ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിനന്ദനങ്ങളും എല്ലാവിധ വിജയങ്ങളും തന്നെയാണ്. അതിനേക്കാളൊക്കെ ഉപരി ഇന്ന് ക്രിസ്മസ് ആയിരുന്നു. ഇന്നതിന്റെ പിറ്റേ ദിവസമാണ്. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇന്ന് എന്താ ഒരുപക്ഷെ ആരെങ്കിലും വിളിച്ചിട്ടായിരിക്കും നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ആളുകളുടെ നിർബന്ധം മൂലമായിരിക്കും നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഡിയർ ഫ്രണ്ട്സ്, എങ്ങാനും ഞാൻ പറയും, ആ വ്യക്തി നിങ്ങളെ ഇന്ന് ഇവിടെ നിർബന്ധിച്ചു കൊണ്ട് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ദൈവം തന്ന ഏറ്റവും മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് എത്തിക്കാനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇന്നൊരു വർക്കിംഗ് ഡേ ആയിട്ട് കൂടി ഇന്നിവിടെ വന്ന് ഈ പ്രോഗ്രാം എന്താണെന്ന് മനസ്സിലാക്കാൻ വന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദിയും അഭിനന്ദനങ്ങളും എല്ലാവിധ വിഷയങ്ങളും നേരുകയാണ്. അതോടൊപ്പം ഒറ്റ കാര്യം പറയാം, തേൻ പോലെ മധുരിക്കണമെങ്കിൽ തേനീച്ചകളെ പോലെ ഒട്ടി നിൽക്കണമെന്നാണ് പറയുന്നത്. ഡിയർ ഫ്രണ്ട്സ്, സൺ ഇന്റർനാഷണൽ എന്ന ടീമിൽ ആ കരുത്തുറ്റ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് ഒരുമയോടെ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഇന്ന് നമ്മൾ ഏറ്റെടുക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കാതെ, ഇന്ന് പട്ടാളത്തിൽ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടില്ല. കൂടെയുള്ളവൻ ബംഗാളിയാണെന്നോ പഞ്ചാബിയാണെന്നോ മഹാരാഷ്ട്രക്കാരനോ നോക്കിയിട്ടില്ല. ഒറ്റ പ്ലേറ്റിൽ ഉണ്ടിട്ടുണ്ട്. ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചപ്പോൾ ഒരുപാട് യുദ്ധങ്ങളും ഓപ്പറേഷനുകളും വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സൺ ഇന്റർനാഷണൽ ടീമിൽ അല്ലെങ്കിൽ ഈ മൈലേഷൻ മാർക്കറ്റിംഗിലേക്ക് വന്നപ്പോൾ കണ്ടത് തന്നെയാണ്. കൂടെ വരുന്നവർ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ നോക്കാതെ, അവൻ ഏത് രാഷ്ട്രീയക്കാരനോ നോക്കാതെ, അവനെ കൂടെ നിർത്തിക്കൊണ്ട് അവന്റെ അക്കൗണ്ടിലേക്ക് 1000 രൂപ മേടിച്ചു കൊടുക്കാനും അവന്റെ കുടുംബത്തിലേക്ക് വരുമാനം എത്തിക്കാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും SIG എന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് തേനീച്ചകളെ പോലെ ഒത്തുനിന്നുകൊണ്ട് തേനിനേക്കാൾ മധുരമുള്ള വിജയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട്